فاستجبنا له ووهبنا له يحيى وأصلحنا له زوجا إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയും മറ്റും ശബ്ദങ്ങൾ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുക. കേൾക്കുന്ന ഉപദേശങ്ങൾ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ വേണ്ടി ശ്രദ്ധ ചെലുത്തുക. വിശുദ്ധ മദീനയിലും മക്കയിലും താമസിക്കുന്ന വേളയിൽ ആ ഭൂമിയുടെ പവിത്രതയെ കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു ഇതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നാം ചർച്ച ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തതായ സബ്ജക്റ്റ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായ തരീഖത്ത് എന്നതാണ്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ അനിഷേധ്യ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് അവർ അള്ളാഹുവിലേക്ക് അവൻ്റെ ഷിട്ടികളായ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളായ ജിന്നുകളും ഇൻസുകളും എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പാതയിലേക്ക് ചലിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ചെല്ലേണ്ടത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചലിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ അത് ഒരു റൂട്ട് മാത്രമാണ് എന്നും അതിൽ ഛിന്ന ഭിന്നമായ റൂട്ടുകളില്ല എന്നതും ആ ഒരു റൂട്ടിൽ കൂടി മാത്രമേ അള്ളാഹുലേക്ക് എത്താൻ സാധിക്കുമെന്നതും അള്ളാഹു തന്നെ വിശുദ്ധ ഫുർഖാൻ അളീമിലൂടെ സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും താഅത്തുർ റസൂലിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും ഈമാനിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും സംസാരിച്ചപ്പോഴും ഇത്തിബാഉൻ നബിയെക്കുറിച്ച് സംസാരിച്ചപ്പോഴും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്, ഖുർആനിൽ 56 തവണയാണ് ഏകദേശം ഇത്തിബാ എന്ന പദം വിട്ടുകിടക്കുന്നത്. അത് നമ്മളോട് കൽപ്പിക്കുന്നത് തന്നെ ആ ഇത്തിബാ അള്ളാഹുവിനോടല്ലാതെ പാടുള്ളതല്ല എന്നാണ്. അതിൽ ബഹുഭൂരിഭാഗവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഊന്നി പറഞ്ഞത്. കാരണം അള്ളാഹുവിൻ്റെ ദൂതരോട് അല്ലാതെയുള്ളതായ ഇത്തിബാനെക്കുറിച്ചും ആ ഇത്തിബാ എന്ന പദപ്രയോഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ളതായ ഇത്തിബാ ആരെല്ലാം അള്ളാഹുവിൻ്റെ ദൂതരുടെ ബേക്കിലല്ലാതെ പിന്തുടർച്ച കൈകൊണ്ടുവോ, അത് അള്ളാഹുവിൻ്റെ ദൂതരുടെ ബേക്കിൽ അണിനിറന്നതായ സഹാബാക്കൾ, അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ സത്യത്തെ ആസ്പദമാക്കിയും കൊണ്ട് വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരുടെ ബേക്കിൽ അണിനിറന്നവർ, ഈ പദത്തിനോട് ഈ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഇത്തിബാ അല്ലാത്ത ഹവയുടെ ഇത്തിബാവോ, ഏത് ഇത്തിബാവോ, ദേഹയിച്ചയുടെ പിന്നിൽ അണിനിരക്കലോ, ആരുടെയും ഏത് വ്യക്തിയുടെയും ശക്തിയുടെയും പിന്നിൽ അണിനിരക്കലോ, അതെല്ലാം അള്ളാഹുവിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്നിട്ട് വേർതിരിക്കുന്നതാണ് എന്ന് വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു വെറിഞ്ഞു തന്നതായ ആ ലൈന് അള്ളാഹുവിൻ്റെ ദൂതർ വിശദീകരിച്ച് തന്നതായ ലൈനാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ വളരെ പ്രകടമായ വ്യക്തമായ രൂപത്തിൽ അള്ളാഹുലേക്ക് എത്താനുള്ളതായ മാർഗങ്ങൾ തെളിയിച്ച് വിശദീകരിച്ച് പഠിപ്പിച്ച് ഗ്രഹിക്കാനുള്ള മാർഗങ്ങളൊക്കെ മനസ്സിലാക്കി തന്നിട്ടാണ് പോയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് തിർമിദിയും മറ്റു പലരും റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹ ഹദീസിൽ കാണാവുന്നതാണ് എന്തെല്ലാം നമുക്ക് പരലോകത്തിലേക്ക് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് പരലോക മോക്ഷത്തിലേക്ക് എത്താൻ ആവശ്യമുള്ള നന്മയുടെ റൂട്ടുകളുണ്ടോ, അതെല്ലാം പഠിപ്പിച്ച് തരാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മയോട് വിട വാങ്ങുന്നതല്ല. എന്തെല്ലാം അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്നിട്ട് നമ്മെ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടോ, അതെല്ലാം വിശദീകരിച്ചിട്ടല്ലാതെയും നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട വാങ്ങിയിട്ടില്ല. ഇത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് അങ്ങനെ മനസ്സിലാക്കൽ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൂട്ടല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ കണ്ണിലുണ്ണിയായ നമ്മുടെ അനിഷേധ്യ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച റൂട്ടല്ലാതെ ഒരു റൂട്ട് നമുക്ക് പരലോക മോക്ഷത്തിന് വേണ്ടി ഉപയോഗിക്കാൻ
സാധിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ഗണ്ണിക്കുന്നവനും അവഗണിക്കുന്നവനും കൂട്ടാക്കാത്തവനും അതിനെ വിലവെക്കാത്തവനുമാണ് എന്നത് ഉറപ്പാണ്. അള്ളാഹു അത് തീർത്ത് പറഞ്ഞതാണ് ഖുർആനിൽ പലയിടങ്ങളിൽ, നാം കേൾക്കാൻ പോകുന്നത് പോലെ. അതുകൊണ്ട് തന്നെ അതിൽ തശദ്ദുദില്ല, അതിൽ യുസ്റേ ഉള്ളൂ, അത് എളുപ്പമേ ഉള്ളൂ. സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈനുകൾ വരഞ്ഞു. എന്നിട്ട് ഒരു വലിയ ലൈൻ ആദ്യം വരഞ്ഞു. ആ വലിയ ലൈന് വരഞ്ഞതിന് ശേഷം പിന്നെ റൂട്ട്സുകൾ പല സൈഡിലേക്കായി വരഞ്ഞു. ആ വരഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ഇതാണ് അള്ളാഹുവിലേക്കുള്ള റൂട്ട്. അതായത് മുസ്തഖീമായ ആ അള്ളാഹുലേക്ക് പോകുന്ന ഒരു റൂട്ട് മാത്രം, അതിൽ ചേഞ്ചില്ല, അതിൽ വ്യത്യാസമില്ല, അതിൽ വളവില്ല, അതിൽ കൃത്രിമമില്ല. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ച് ഇറക്കിയ ഖുർആനും അതിൻ്റെ വിശദാംശമായ സുന്നത്തും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ജീവിതം ശരിക്ക് നേർക്കുനേരെ ചൂടാറുന്നതിന് മുമ്പ് ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കി ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ച വെച്ചതായ സലഫ് സാലിഹീങ്ങളുടെ റൂട്ടുമാണത്. അതിലേക്ക് സൂചനയാണ് എന്ത്? ഈ റൂട്ട് അത് അള്ളാഹുലേക്കുള്ള റൂട്ടാണ്. എന്നിട്ട് മറ്റു റൂട്ട്സുകളിലേക്ക് റസൂലുള്ള സൂചിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ റസൂലുള്ള വരഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. ഈ റൂട്ട്സുകൾ ഇത് നരകത്തിലേക്കുള്ള വഴിയാണ്. ആ റൂട്ട്സുകളിലൂടെ പിശാച് ജനങ്ങളെ അള്ളാഹു അല്ലാത്ത മാർഗങ്ങളിലേക്ക് തളിക്കും. എന്നിട്ട് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയാനുള്ളതായ ആ രൂപങ്ങൾ അവൻ ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് അവൻ്റെ ബേക്കിൽ അണിനിരക്കരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരുടെ അവർ വരഞ്ഞതായ സിറാത്തുൽ മുസ്തഖീമിൻ്റെ മുസ്തഖീമിലേക്കുള്ള റൂട്ടിലേക്കായിരിക്കണം നിങ്ങൾ ചലിക്കേണ്ടത്, നിങ്ങൾ ഗ്രഹിക്കേണ്ടത്, നിങ്ങൾ നീങ്ങേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത്. അതാണ് സ്വർഗത്തിലേക്കുള്ള റൂട്ട്, അതാണ് വിജയത്തിലേക്കുള്ളതായ മാർഗം, അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ വിശദീകരണം അവിടെ ഓതി പഠിപ്പിക്കുകയും ചെയ്തു. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ഇതാണ് മുസ്തഖീമായ ചൊവ്വായ വളവും തിരിവുമില്ലാത്ത മാർഗം, റൂട്ട്. ഫത്തബിഊഹു, നിങ്ങൾ അതിനെയാണ് പിൻപറ്റേണ്ടത്. വലാ തത്തബിഉ സുബുല, മറ്റു റൂട്ട്സുകളെ നിങ്ങൾ പിൻപറ്റരുത്. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ റൂട്ടല്ലാതെ മറ്റു റൂട്ടുകളെല്ലാം, മറ്റു വഴികളെല്ലാം, മറ്റു മാർഗങ്ങളെല്ലാം അത് പിഴച്ച മാർഗങ്ങളാണ്. അത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്നിട്ട് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്ന മാർഗങ്ങളാണ് എന്ന് തന്നെ 10ഓളം വസിയ്യത്തുകൾ ഉൾക്കൊള്ളുന്നതായ വിശാലമായ നിരത്തി പരത്തി പറഞ്ഞതായ ആ സൂറത്തുൽ അൻആമിലുള്ളതായ നീണ്ട ആയത്തുകളുടെ സമാപനത്തിൽ പിന്നെ വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ഈ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പഠിപ്പിച്ചു തന്ന, ഞാൻ നടത്തി തന്ന ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നാവിലൂടെ അള്ളാഹു ഇറക്കി തന്നതായ ആ റൂട്ട്, അതാണ് മുസ്തഖീമായ റൂട്ട്, അതാണ് ചൊവ്വായ റൂട്ട്. ഫത്തബിഊഹു, നിങ്ങൾ അതിനെയാണ് പിൻപറ്റേണ്ടത് എന്ന് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയും പഠിപ്പിക്കുകയും ചെയ്തു. അത് തന്നെയാണ് നാം ഇവിടെ നടത്തുന്ന ക്ലാസ്സുകളിലൂടെ. സൗദി അറേബ്യയിൽ താമസിക്കുന്ന എൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കുന്നതായ നാം സാധാരണ മക്ക മദീന മിമ്പറിൻ്റെ മീതെ വെച്ചിട്ട് അപ്രകാരം ഇവിടെയുള്ള പണ്ഡിതന്മാരിലൂടെ മക്ക മദീന ഹറമിൽ നടത്തപ്പെടുന്നതായ ക്ലാസ്സുകളിലൂടെ എല്ലാം വിശദീകരിക്കുന്ന റൂട്ട്, അതൊരു റൂട്ട് മാത്രമാണ്, അതൊരു മാർഗം മാത്രമാണ്, അതൊരു വഴി മാത്രമാണ്. അതിനാണ് യഥാർത്ഥ അഹ്ലുസ്സുന്നത്തുൽ ജമാഅത്തിന്റെ റൂട്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നത്. എന്നാൽ ഇതിന് വിപരീതമായി പല കാലഘട്ടങ്ങളിലായി ഫസ്റ്റ്, സെക്കൻഡ്, 1, 2 നൂറ്റാണ്ടുകളുടെ സമാപനം കുറിക്കുന്നതായ സന്ദർഭത്തിലും അതിനുശേഷവും ഇവിടെ പല കാരണത്തിലായി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പോലെ പല കാരണങ്ങളിലൂടെയായി പല റൂട്ട്സുകളും പല തരീഖത്തുകളും പല മാർഗങ്ങളും ഇവിടെ ഉടലെടുത്തിട്ടുണ്ട്. അതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നിട്ട് വളരെ ദൂരമാണ്. നന്മ ഉദ്ദേശിച്ചിട്ടാണ് അവകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും അതിൽ ദിക്റുകൾ ഉണ്ടെങ്കിലും അതിൽ തസ്ബീഹുകൾ ഉണ്ടെങ്കിലും അതിൽ തഹ്ലീലുകൾ ഉണ്ടെങ്കിലും അതിൽ സലാത്തുകൾ ഉണ്ടെങ്കിലും അതിൽ നമസ്കാരങ്ങളും നോമ്പുകളും എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം റസൂൽ പറഞ്ഞ ലൈനല്ലാത്തത് കാരണത്താൽ അതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ അള്ളാഹുവിൻ്റെ റൂട്ട് എന്ന് വിശദീകരിച്ചതായ വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബി.
അള്ളാഹ് നിങ്ങളോട് വസിയത്ത് ചെയ്ത ആ റൂട്ട് അത് മാത്രമാണ്, വേറെയില്ല. അതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ച് പോകുന്നത് പ്രകടമായ വ്യക്തമായ ആ പ്രഭയുടെ മുമ്പിൽ, പ്രഭയുടെ കൂടെയാണ്. ആ പ്രഭ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതാണ് അള്ളാഹുലേക്കുള്ളതായ റൂട്ട്. അത് ലാ യസീഗു അൻഹാ തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രി പകൽ പോലെ തന്നെ പ്രകടമായി വ്യക്തമായി രാത്രിയും പകലും ഒരുപോലെ പ്രകാശിച്ച് കാണുന്നതാണ്. ലാ യസീഗു അൻഹാ, ആ റൂട്ടിൽ നിന്നിട്ട് വ്യതിചലിച്ച് പോകുന്നതല്ല. ആയത്തുകളെ വളച്ചൊടിച്ച്, ഹദീസുകളെ വളച്ചൊടിച്ച് ജനങ്ങളെ വഴി പഴപ്പിക്കുന്ന ധാരാളം റൂട്ട്സുകൾ പിൻകാലഘട്ടത്തിൽ തരീഖത്തിൻ്റെ പേരിൽ, ഹഖീഖത്തിൻ്റെ പേരിൽ, മാരിഫത്തിൻ്റെ പേരിൽ ഉടലെടുത്തിട്ടുണ്ട്. അവർക്ക് ഇസ്ലാമിലില്ലാത്ത, ഖുർആനിലില്ലാത്ത, സുന്നത്തിലില്ലാത്ത, സലഫ് സാലിഹ്യങ്ങൾ പഠിക്കാത്ത ധാരാളം ശൈലികൾ, ധാരാളം ജീവിത രീതികൾ, ധാരാളം ജനങ്ങളെ വഞ്ചിക്കുന്ന വഞ്ചനകൾ, ധാരാളം കദിബുകളും കളവുകളും തോന്നിവാസങ്ങളും വ്യാപകമായി കിടക്കുന്നുണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട് ലോകത്തിൽ. അങ്ങനെയുള്ളതായ ആ റൂൾസുകളിലേക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ സൂചിപ്പിക്കുന്നത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന ആയത്ത് പഠിപ്പിച്ചതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് തുടർന്ന് പറയുന്നു, തറക്തുക്കും, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ച് പോകുന്നത് നിങ്ങൾ വഴി പയച്ച് പോകാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ റൂട്ട് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ മറ്റുള്ള അള്ളാഹുവിൻ്റെ റസൂൽ വരച്ച ലൈനിൽ കൂടി നടക്കുന്നവരാരോ അല്ലേ എന്ന് പഠിക്കാൻ വേണ്ടി, നിങ്ങൾ പരലോകത്തിലേക്ക് എത്തിയിട്ട് ഞങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ഏത് വഴിയിൽ കൂടിയാണ് ചലിക്കേണ്ടതെന്ന് പറ്റിയില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞ് ഒഴിവ് ചോദിക്കാനുള്ള ഒരു മാർഗം അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വിട്ടുതരുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി വ്യക്തമായി പറയുന്നത്, തറക്തുക്കും, നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നത് അലൽ മഹജ്ജത്തിൽ ബൈളാ, പ്രകടമായ പരസ്യമായ വളരെ പ്രഭയെ പോലെയുള്ളതായ ഒരു ഹുജ്ജത്തിലേക്കാണ്, മഹജ്ജത്തിലേക്കാണ്, തെളിവുകളിലേക്കാണ്. അതാണ് ഇസ്ലാം, അതാണ് ഈമാൻ, അതാണ് സലഫ് സാലിഹീങ്ങളുടെ റൂട്ട്, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിച്ച് കാണിച്ചു തന്ന റൂട്ട്. അതിൽ നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, ദിക്റുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, തഹ്ലീലുകളുണ്ട്, സലാത്തുകളുണ്ട്, എന്തെല്ലാം നമുക്ക് പരലോകത്തിലേക്ക്, പരലോകമോക്ഷത്തിലേക്ക് ആവശ്യമുള്ളതുണ്ട് അതെല്ലാം അതിലുണ്ട്. അതുകൊണ്ട് ഇത് നാം മനസ്സിലാക്കുമ്പോൾ, ഇത് നാം കേൾക്കുമ്പോൾ, ഇന്ന് ലോകവ്യാപകമായ വ്യത്യസ്ത ചിന്താഗതികളുമായി വ്യാപകമായ പല പല തരീഖത്തുകൾ, ഇന്ന് അനിസ്ലാമിക തരീഖത്ത് എന്ന് തന്നെ പറഞ്ഞാൽ തെറ്റില്ല, ആ രൂപത്തിലേക്ക് വ്യാപകമായി പോയ, പുരോഗമിച്ച് ദീനിൽ നിന്നിട്ട് അതിരുവിട്ട് കടന്നു പോയ ധാരാളം ചിന്താഗതികളുണ്ട്. ഇതിൻ്റെ ഉത്ഭവം യഥാർത്ഥത്തിൽ 2-ാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തിൽ, 3-ാം നൂറ്റാണ്ടിൽ, അതിനുശേഷമുള്ളതായ നൂറ്റാണ്ടുകളിലാണ്. പല പല കാരണങ്ങളിലൂടെയാണ് അതുണ്ടായത്, കേൾക്കാൻ പോകുന്നത് പോലെ. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, നാം ശ്രദ്ധിക്കേണ്ടത് നാം മരിക്കുമ്പോൾ ഈമാനോടുകൂടി നമുക്ക് മരിക്കണം, റസൂലുള്ളാഹിന്റെ ബേക്കിലാണ് നടക്കണം, റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽ ഉൾക്കൊള്ളണം. അതിനെന്ത് വേണം? റസൂലുള്ള പറഞ്ഞ ലൈനിൽ കൂടി ആയിരിക്കണം ജീവിക്കേണ്ടത്. നമ്മുടെ ഇഷ്ടാനുസരണം നാം ജീവിച്ചാൽ പറ്റുന്നതല്ല എന്നതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി എന്ത് പറഞ്ഞു? ആ പ്രകടമായ, ആ വ്യക്തമായ ആ റൂട്ട്, ആ ലൈന്, സിറാത്തുൽ മുസ്തഖീം ഞാൻ വിവരിച്ചിട്ട് തന്നിട്ടാണ് നിങ്ങളോട് വിട വാങ്ങുന്നത് എന്നാണ് തറക്തുക്കും എന്ന വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് 23 കൊല്ലത്തെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിന് സമാപനം കുറിക്കുന്ന സന്ദർഭത്തിൽ മക്കയിൽ, മിനയിൽ, അറഫയിൽ പ്രസംഗിച്ച പ്രസംഗങ്ങളിലെല്ലാം വളരെ പ്രകടമായ രൂപത്തിൽ അതിൻ്റെ രത്നച്ചുരുക്കം വിവരിച്ചു തന്നു. എന്നിട്ട് ആ രത്നച്ചുരുക്കം പറഞ്ഞപ്പോൾ വിശദീകരിച്ചു, ഖുർആനുണ്ട് നിങ്ങളുടെ കൂടെ, സുന്നത്തുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ അതിൽ നിന്നിട്ട് അതിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ, അതിനെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ, നിങ്ങൾ ഈ മഹജ്ജത്തിൽ ബൈളായിൽ നിന്നിട്ട് വ്യതിചലിച്ച് പോകുന്നതല്ല, യഥാർത്ഥ റൂട്ടിൽ നിന്നിട്ട് വ്യതിചലിച്ച് പോകുന്നതല്ല. എപ്പോഴാണ് വ്യതിചലിക്കുക? കണ്ടതും കേട്ടതും ഉള്ളതായ അല്പചിന്തകന്മാരുടെ ആ ബുദ്ധിയിലൂടെ ചിന്തിച്ച് സൃഷ്ടിച്ച് ഉണ്ടാക്കപ്പെട്ടതായ റൂട്ട്സുകളും തരീഖത്തുകളും ധാരാളമുണ്ട്. ജിന്ന് സൂറത്തിൽ ഇറങ്ങിയതായ ആയത്തെടുത്തിട്ടാണ് ഒരു സഹോദരൻ തെളിവെടുക്കുന്നതായിട്ട് കേട്ടത്. എന്ത് ഇത്
നിങ്ങൾക്ക് മുസ്തഖീമായ പാതയെ ഞാൻ തരീഖത്തിനെ ഞാൻ നൽകിയിട്ടുണ്ട് എന്നതായ ആ തെളിവ് പറയുന്ന സന്ദർഭത്തിൽ ജിന്നിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾ പറഞ്ഞതായ ആ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ആ തരീഖത്ത് അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ശൈഖിൻ്റെ തരീഖത്ത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ കേൾക്കാൻ സാധിച്ചു. അള്ളാഹു അങ്ങനെയുള്ളവരെ ഹിദായത്തിലാക്കട്ടെ. വല്ലവിസ്തഖാമു അല തരീഖത്തി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. ഇങ്ങനെ ചൂട്ടുകച്ചിച്ച് നോക്കിയിട്ടും കാണുന്നില്ല അവരുടെ ചിന്താഗതികളെ സ്ഥാപിക്കാൻ വേണ്ടി. അങ്ങനെ പരിശോധിച്ച് അവസാനം കണ്ടത് തരീഖത്ത് എന്ന പദം എവിടെയാണ്? ജിന്നുകളെ കുറിച്ചല്ല പരാമർശിച്ചതായ ആയത്തിലാണ്. വല്ലവിസ്തഖാമു അല തരീഖത്തി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ എന്ന് പണ്ട് ജിന്നുകൾ പറഞ്ഞു പോലെ അവരുടെ സമൂഹത്തോട്. അവർ തരീഖത്തിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ, എന്നാൽ ഇത് ശൈഖന്മാരുണ്ടാക്കിയതായ പിൻകാലഘട്ടത്തിൽ ഉടലെടുത്തതായ തരീഖത്താണ് വിവക്ഷ എന്ന് അതിനർത്ഥം വെക്കുകയും ചെയ്തു. അപകടം, മഹാ അപകടം. നിങ്ങൾക്കറിയാമല്ലോ, അബൂബക്കറും ഉമറും റളിയല്ലാഹു തആല അൻഹുമ അവരോടെല്ലാം എന്താണ് അബ്ബിന്റെ അർത്ഥമെന്ന് ചോദിച്ചപ്പോൾ മറുപടി കിട്ടിയത് എന്താണ്? അയ്യു സമാഇൻ തുളില്ലുനി ഔ അയ്യു അർളിൻ തുഖില്ലുനി ലൗ ഖുൽതു ഫീ കിതാബില്ലാഹി മാ ലാ അഅലം. എനിക്ക് എങ്ങനെയാണ് ആകാശം, ഏത് ആകാശമാണ് എന്നെ തണലിടുക? ഏത് ഭൂമിയുടെ മീതെയാണ് എനിക്ക് ജീവിക്കാൻ പറ്റുക? എനിക്ക് അറിയാത്ത കാര്യം ദീനിനെ കുറിച്ച് പറഞ്ഞാൽ, ഖുർആനെ കുറിച്ച് പറഞ്ഞാൽ എന്ന് അവർ പേടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിക്കുന്ന നാം ഖുർആനിൻ്റെ ഒരു പദം മാത്രം എടുത്തുകൊണ്ട് ഖുർആനിനെ കുറിച്ച്, ആ ഖുർആൻ ഇറക്കിയ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോ അല്ലെങ്കിൽ സഹാബാക്കളോ അല്ലെങ്കിൽ താബിഈങ്ങളോ അല്ലെങ്കിൽ സലഫ് സാലിഹ്യങ്ങളോ വെക്കാത്തതായ അർത്ഥം വെച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിനെ സ്ഥാപിക്കാൻ, നാം ഉദ്ദേശിക്കുന്നതായ ആ റൂട്ടിനെ സ്ഥിരീകരിക്കാൻ, ആ തരീഖത്തിനെ സ്ഥിരീകരിക്കാൻ, ആ ഹഖീഖത്ത് മഅരിഫത്തിനെ സ്ഥിരീകരിക്കാൻ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവരൊക്കെ ഉണ്ടാക്കിയതായ പദപ്രയോഗങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഖുർആൻ, ഇസ്ലാമിൻ്റെ നിഘണ്ടുവിൽ തന്നെ ഖുർആനിലോ സുന്നത്തിലോ കാണാൻ സാധിക്കുന്നതല്ല. ഖുതുബ്, ഗൗസ് എന്നൊക്കെ അവർ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ആരോടോ പറഞ്ഞത്, എവിടുന്നതോ എവിടുന്നാണോ ഇത് ഉടലെടുത്തത്? ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമായത് കൊണ്ട് തന്നെ നാം ചൂട്ടുകത്തിച്ച് നോക്കിയാൽ ഖുർആനിലോ സുന്നത്തിലോ കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ഗൗരവം എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയും അതിൽ തന്നെ അടിയുറച്ച് നിന്നുകൊണ്ട് ഞാൻ പിടിച്ച മുയലിനാണ് 3 കൊമ്പെന്ന തത്വവുമായി പേറി നടന്നാൽ അപകടത്തിൽ പെട്ടുപോകുമെന്നത് അങ്ങനെയുള്ളവർ മനസ്സിലാക്കണം. വല്ലവിസ്തഖാമു അല തരീഖത്തി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ എന്ന ആ തരീഖത്ത് കൊണ്ട് വിവക്ഷ അത് അല്ലാഹുവിൻ്റെ തരീഖത്തായ ഇസ്ലാമാണെന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് മുമ്പുള്ള നമ്മുടെ സലഫ് സാലിഹീങ്ങളുടെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുന്ന, അതനുസരിച്ചിട്ട് തഫ്സീർ എഴുതിയതായ എല്ലാ പണ്ഡിതന്മാരും എഴുതിയതായിട്ട് കാണാം. ഇസ്ലാമിനെ കുറിച്ചാണ് ആ തരീഖത്തിൽ പറഞ്ഞത്. ഇനി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു എന്നതോടൊപ്പം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അപ്രകാരം തന്നെ മറ്റു സലഫ് സാലിഹ്യങ്ങളിൽ പല സഹാബാക്കളും അതിനെക്കുറിച്ച് ഇസ്ലാമാണെന്ന് പറഞ്ഞതോടൊപ്പം ചിലർ താഅത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. താഅത്ത് ആർക്കുള്ളത്? അള്ളാഹുള്ള താഅത്ത് ആർക്കുള്ളത്? റസൂലുള്ള താഅത്ത്. അപ്പോൾ അള്ളാഹുവിനോ റസൂലിനോ ഉള്ളതായ താഅത്ത് അതെന്താണ്? ഇസ്ലാമിൽപ്പെട്ടതാണ്. അപ്പോൾ ഇസ്ലാമാണെന്ന് പറഞ്ഞ ആ അർത്ഥത്തിൽ നിന്നിട്ടത് പുറത്തല്ല. അതേ സമയത്ത് 3-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ അതിനുശേഷമോ ഉണ്ടാക്കപ്പെട്ടതായ തരീഖത്തുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എങ്കിൽ അങ്ങനെ എന്തുകൊണ്ട് 1-ാം നൂറ്റാണ്ടുകാരെ മനസ്സിലാക്കിയില്ല? അങ്ങനെ റസൂൽ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല ആദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങനെ എന്തുകൊണ്ട് സലഫ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയില്ല? അങ്ങനെ എന്തുകൊണ്ട് താബിഈങ്ങൾ മനസ്സിലാക്കിയില്ല? താബിഈങ്ങൾ മനസ്സിലാക്കിയില്ല? പിൻകാലഘട്ടത്തിൽ ഉടലെടുത്ത, അഥവാ അങ്ങനെ അത് പറയുമ്പോൾ നാം ശ്രദ്ധിക്കണം. ഈ പിൻകാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അത് പല കാലഘട്ടങ്ങളിലായി ഈ വിശുദ്ധ പ്രസ്ഥാനം ലോകവ്യാപകമായി കൊണ്ടേ ഇരിക്കുന്ന വേളയിൽ ഗ്രീക്കുകാർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഇന്ത്യക്കാർ ഇസ്ലാം, അന്നത്തെ ഇന്ത്യൻ മേഖല നിങ്ങൾക്കറിയാം, അത് നേപ്പാൾ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെയുള്ളതായ ആ നാടുകളാണ്. ആ നാടുകളിൽ നിന്നിട്ടുള്ളവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അപ്രകാരം തന്നെ പേർഷ്യക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, റോമൻകാർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, യൂറോപ്പികൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, റഷ്യക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ പലരും 2-ാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തിലും 3-ാം നൂറ്റാണ്ടിലും അതിനുശേഷമുള്ള നൂറ്റാണ്ടുകളിലും കടന്നു വന്നപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ആദ്യ കാലഘട്ടത്തിൽ നന്മ
ഉദ്ദേശിച്ചുകൊണ്ട്, സുഹുദ് ഉദ്ദേശിച്ചുകൊണ്ട് പലരും ചടഞ്ഞു നിൽക്കാനൊക്കെ പരിശ്രമിച്ചിരുന്നു. ആ പരിശ്രമം അതിന് വിട്ട് കടന്നു പോകുമെന്ന് കണ്ടപ്പോൾ നമ്മുടെ നേതാക്കളായ സഹാബാക്കൾ അതിനു വേണ്ടി കച്ചകെട്ടി പുറപ്പെട്ടിട്ട് അവരിൽ നിന്നിട്ട് പിൻകാലഘട്ടത്തിൽ ജീവിച്ചതായ സഹാബാക്കൾ അതിനെതിരിൽ പ്രവർത്തിച്ചു, അതിനെതിരിൽ സംസാരിച്ചു. അതൊക്കെ നീട്ടിവലിച്ച് പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നമ്മുടെ നേതാക്കൾ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും എഴുതി പോയിട്ടുണ്ട്. അവിടേക്കെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ ചാൻസ് കിട്ടുമ്പോൾ, ടൈം കിട്ടുമ്പോൾ ചെല്ലുകയും ചെയ്യാം, വിശദീകരിക്കുകയും ചെയ്യാം. അങ്ങനെ അവര് ഇബാദത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട്, സുഹുദിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പ് പിടിച്ചു, ധാരാളം നമസ്കരിച്ചു, ധാരാളം ഓർക്കൊഴിഞ്ഞു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലുള്ള സർവ്വ ആഡംബരങ്ങളെ, സർവ്വ സുഖങ്ങളെ, കല്യാണത്തിന് പോലും, കല്യാണം കഴിക്കൽ, ഹലാലായ കല്യാണം കഴിക്കൽ പോലും ഒഴിവാക്കി വെച്ചവർ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിനെ കർശനമായി എതിർക്കാൻ 1-ാം നൂറ്റാണ്ടിലുണ്ടായി, 2-ാം നൂറ്റാണ്ടിലുണ്ടായി. ഉണ്ടായതുകൊണ്ട് തന്നെ അത്ര ശക്തിയിൽ ഇവിടെ പ്രകടമായില്ല, അത് അത്ര ശക്തിയിൽ പ്രായോഗികമായില്ല. പിന്നെ അത് പ്രായോഗികമാകാൻ വേണ്ടി വന്നത് മുസ്ലിങ്ങളുടെ ഇടയിൽ അപകടമുണ്ടായിരുന്നതായ വേളയിൽ, ആ അപകടമുണ്ടായതായ വേളയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊല, അതിന് ശേഷമുണ്ടായിരുന്ന അപകടം, അതിന് മുമ്പുണ്ടായിരുന്നതായ അപകടങ്ങൾ, മുസ്ലിങ്ങൾ തമ്മിൽ തല്ലുന്ന പ്രശ്നങ്ങൾ, അവിടെയെല്ലാം ഉണ്ടായ സന്ദർഭത്തിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസിനെ ആസ്പദമാക്കിയിട്ട് ചിലരൊക്കെ കുന്നിന്റെ മീതെ കയറിയാലോ എന്ന് തോന്നി. പിന്നെ അവിടെയും പണ്ഡിതന്മാർ ഏത് കാലഘട്ടത്തിലും എന്തുണ്ടാകും, സത്യം പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ളാഹി ഏറ്റെടുത്തതാണ് അള്ളാഹുവിന്റെ വഹയിലൂടെ. എന്താണ്? ലാ തസാലു ത്വായിഫത്തും മിനൽ മുഅ്മിനീന ളാഹിരീന അലൽ ഹഖി ഹത്താ യഅതി അംറുല്ലാഹ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ബുഖാരിയിലുള്ള സഹീഹ ഹദീസാണ് നിങ്ങൾ കേട്ടത്, മുത്തഫഖുൻ അലൈഹി എന്ന് തന്നെ പറയാം. പക്ഷേ ഈ പദം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നത്, പറഞ്ഞു വരുന്നത് ഖിയാമത്ത് നാൾ വരേക്കും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം സത്യവിശ്വാസികളായ, സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവരായ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ ഇവിടെ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതാണ് എന്ന ആ സന്തോഷ വാർത്ത അനുസരിച്ച് ഓരോ കാലഘട്ടങ്ങളിൽ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ആ വ്യതിയാനത്തിൽ നിന്നിട്ട് മുസ്ലിം സമൂഹത്തെ, ഉമ്മത്ത് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുത്താൻ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഹദീസിനെ മനസ്സിലാക്കിയപ്പോൾ തെറ്റി മനസ്സിലാക്കിയിട്ട്, അതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അപകടമുണ്ടാകുന്ന വേളയിൽ അവനെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് വിട്ട് നിൽക്കുക, അവിടെ നിന്ന് ഒഴിവായി നിൽക്കുക, അവൻ മേയ്ക്കുന്ന ആടുമായി. അത് സൂചനയാണ് എന്തിലേക്ക്? കൂടെയുള്ളതായ ജീവിക്കാനുള്ള മാധ്യമവുമായിട്ട് അവൻ തടി രക്ഷപ്പെടുത്തട്ടെ, അവൻ്റെ വിശ്വാസത്തെ രക്ഷപ്പെടുത്തട്ടെ എന്ന്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കുന്നുകയറണമെന്ന് പറയുന്നതായ ആ ചിന്താഗതി അത് യഥാർത്ഥത്തിൽ കുന്നുകയറാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെയോ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വല്ലയിടങ്ങളിലും ഉണ്ടായാൽ ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും വധിക്കുന്ന ആ ചുറ്റുപാടിൽ നിന്നിട്ട്, ആ അപകട മേഖലയിൽ നിന്നിട്ട് സംരക്ഷിക്കാനുള്ളതായ മാധ്യമങ്ങൾ വിട്ടുനിൽക്കൽ, അല്ലെങ്കിൽ വാതിൽ പൂട്ടി വീട്ടിൻ്റെ അകത്ത് കൂടൽ, അല്ലെങ്കിൽ വേറൊരു മാർഗവുമില്ല എന്ന് കണ്ടാൽ അത് അപ്പോൾ ആ സന്ദർഭത്തിൽ താൽക്കാലികമായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ അത് ജീവിത രീതിയായിട്ട് അത് കൈക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് പ്രത്യേകം അവർ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസുകളെ അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്നതായ സഹാബാക്കൾ. ഇതെല്ലാം ഞാൻ എന്തിനാണ് പറയുന്നത്? ഓരോ കാലഘട്ടങ്ങളിൽ റസൂലുള്ളാഹി പറഞ്ഞതാണ്. എന്തുണ്ടാകും? ഇവിടെ സുന്നത്തിൽ നിന്നിട്ട് വ്യതിചലിച്ച് ജീവിക്കുന്ന വിഭാഗമുണ്ടാകും. അപ്പോൾ അവരെ മരണപ്പെടുത്തി കളഞ്ഞതായ, മെരിപ്പിച്ച് കളഞ്ഞതായ സുന്നത്തിനെ ഇഹ്യാ ചെയ്യാൻ, അതിനെ ജീവിപ്പിക്കാൻ, അതിനെ വളർത്താൻ ഇവിടെ ആരുണ്ടാകും? മുജദ്ദിദീങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുമെന്ന് ചില ഹദീസുകളുണ്ട്. അതും പണ്ഡിതന്മാര് സഹിഹാക്കിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട്, പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ മുത്തഫഖുൻ അലൈഹിയായ ആ ഹദീസ് തന്നെ നമുക്ക് മതി. ഖിയാമത്ത് നാൾ വരെ ഇവിടെ എന്തുണ്ടാകും? തായിഫത്തുണ്ടാകും. ആ തായിഫത്ത് ഇവിടെ ചെയ്യുന്ന ജോലി എന്താണ്? ഇവിടെ ജനങ്ങളിൽ നിന്നിട്ടുണ്ടാകുന്നതായ വ്യതിയാനങ്ങളെ നന്നാക്കി തിരുത്തി ജനങ്ങളെ സൽപാന്താവിലേക്ക്, ഞാൻ നേരത്തെ വിവരിച്ചതായ ഒരു റൂട്ടെന്ന് അള്ളാഹു പറഞ്ഞതായ ഒരു റൂട്ട്, രണ്ടില്ല,
വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, അല്ലാഹുവിലേക്കുള്ള പാത ഇതാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ച, അല്ല നിങ്ങളെ അതിനു മുമ്പുള്ളതായ 10ഓളം ഉപദേശങ്ങൾ സൂറത്തുൽ അൻആമിലൂടെ വിശദീകരിച്ചതിന് ശേഷം അല്ല പിന്നെയാണ് പറയുന്നത് വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ചൊവ്വായ അല്ലാഹുവിന്റെ വഴി ഇതാണ്, ഫത്തബിഊഹു, നിങ്ങൾ അതിനെയാണ് പിൻപറ്റേണ്ടത്, വലാ തത്തബിഉസ് സുബുല, നിങ്ങൾ റൂട്ട്സുകളെ പിൻപറ്റി പോകരുത്. ഇനി നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ തരീഖത്തിന്റെ പേരിൽ, ഹഖീഖത്തിന്റെ പേരിൽ, മാരിഫത്തിന്റെ പേരിൽ, പല പേരുകളിൽ പിൻകാലഘട്ടത്തിൽ വ്യതിചലിച്ചു പോയ വിട്ടുനിന്ന ആ വിഭാഗത്തിന്റെ ജീവിത രീതി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നാം അവരുടെ ജീവിത രീതിയിൽ നിന്നിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവരിൽ നിന്നിട്ട് പലതും പറയുന്നു. കൂട്ടത്തിൽ എന്താണ് പറയുന്നത്? ചിലരൊക്കെ ഞങ്ങളിപ്പോൾ യഖീനിലേക്കെത്തി, ഉറപ്പായി, എങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഉറപ്പ് കിട്ടിക്കഴിഞ്ഞു, ഇനി ഞങ്ങൾ നമസ്കരിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു സഹാബി, റസൂല് പോകട്ടെ, ഏതെങ്കിലും ഒരു സഹാബിക്ക്, ലക്ഷത്തോളം സഹാബാക്കൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ റസൂൽ മരിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെങ്കിലും ഒരു സഹാബി എനിക്കിപ്പോൾ ജദ്ബിന്റെ ഹാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, ഇനി ഞാൻ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ആളെ നാം കേട്ടോ, നാം കണ്ടോ? ഇല്ല, കാണൂല. അതുകൊണ്ട് ഏറ്റവും ഉത്തമം സലഫിന്റെ ബേക്കിൽ കൂടലാണ്, അഥവാ സലഫ് സാലിഹുകളുടെ ബേക്കിൽ കൂടലാണ്. അതാണ് നമുക്ക് ഉത്തമം. അതാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മെ നയിക്കുന്നതായ റൂട്ട്. അതാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന റൂട്ട്. അതുകൊണ്ട് ഇമാം റാസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് ഷെയ്ഖ് ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നവര് ഒരാൾക്ക് ഷെയ്ഖ് ഉണ്ടാവൽ നിർബന്ധമാണ്, മല്ലാലഹു ഷെയ്ഖുൻ, ഒരാൾക്ക് ഷെയ്ഖ് ഇല്ലെങ്കിൽ ഷെയ്ഖുഹു ഷൈത്താൻ, അവന്റെ ഷെയ്ഖ് ഷൈത്താനാണ് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കള്ള പ്രചരണം, കള്ള ഹദീസ് നമ്മുടെ അനിശ്ചിത നേതാവായ റസൂലുള്ളാഹിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നവരെയും അക്കൂട്ടത്തിൽ കാണാവുന്നതാണ്. അവരൊക്കെ അല്ലാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ഇതിനൊക്കെ ഞാൻ കാരണം പരിശോധിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്, ഞാൻ പള്ളി ദർസിൽ പഠിച്ച മുസ്ലിയാരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ കേരളത്തോട് വിട വാങ്ങിയതായ സന്ദർഭത്തിൽ എൻ്റെ പ്രഗത്ഭ ഉസ്താദന്മാരായ സമസ്ത പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു മംഗലാപുരം ഖാദിമാരായ കോട്ട അബ്ദുൽ ഖാദർ, കോട്ട CM അബ്ദുള്ള മുസ്ലിയാർ. രണ്ടുപേരും മരിച്ചുപോയി. ആ രണ്ടുപേരും ഞങ്ങളോട് പറഞ്ഞതായൊരു വാർത്തയുണ്ട്. ഇവിടെ മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് കോട്ട, ഇവിടെ വെച്ചിട്ട് കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ നമ്മുടെ ദാറുൽ ഹുദയിൽ വെച്ച് മീതെ ഞങ്ങൾ സമ്മേളിച്ച സന്ദർഭത്തിൽ, ഞങ്ങൾ ഏകദേശം 30-ൽ പരം ആൾക്കാർ ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് പറഞ്ഞ ആ സന്ദർഭത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഈ സദസ്സിൽ ഉണ്ടാവാം. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഹൈക്കോർട്ടിലേക്ക് എത്തി. എന്ത് കാരണത്താൽ? ശംസിയ തരീഖത്തിനെ എതിർത്തത് കാരണത്താൽ. ആരൊക്കെ? ഞാനും മംഗലാപുരം ഖാദിയാകുന്ന ആറ്റക്കോയ തങ്ങളും. അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ടിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളോട് അവിടെ നിന്ന് ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്തിനാണ് തരീഖത്തിനെ എതിർക്കുന്നു? അപ്പോൾ ഞങ്ങൾ മറുപടി നൽകി, എന്ത്? കേൾക്കൂ, ഇത് സമസ്ത നേതാക്കളാണ്, എൻ്റെ ഉസ്താദന്മാരാണ്, അവർ പറയുന്ന വാക്കാണ്. അതുകൊണ്ട് ഈ തരീഖത്ത് പ്രചരിപ്പിക്കുന്നവർ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലുള്ള പ്രഗത്ഭ പണ്ഡിതന്മാരൊന്നും തരീഖത്തിന്റെ ബേക്കിലല്ല. പലരും അതിനെ ഒന്നിരിക്കലോ എതിർക്കും, അല്ലെങ്കിൽ മൗനം വീക്ഷിക്കും. എന്നാൽ അത് വ്യാപകമായി എല്ലാവരും കാട്ടേണ്ടതും ചെയ്യേണ്ടതുമല്ല എന്നും, യഥാർത്ഥ തരീഖത്ത് റസൂലുള്ളാഹി ജീവിച്ച റൂട്ടാണ്. അത് സഹാബാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് താബിഈങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്, ആയിരക്കണക്കിൽ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ദിക്റാണെങ്കിൽ ദിക്ർ അതിലുണ്ട്. ദിക്ർ അതൊക്കെ സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പറയാം. പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു ദാറുൽ ഹുദയിൽ വെച്ചിട്ട്, ഈ അബൂദർ പള്ളിയുടെ തൊട്ട് ഉണ്ടായിരുന്നതായ നമ്മുടെ പണ്ടത്തെ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ സെൻറ്ററാണ്, അവിടെ വെച്ചിട്ട് ചോദിച്ചു. ആരോട്? പ്രഗത്ഭ പണ്ഡിതന്മാരോട്. അവിടെ സദസ്സിൽ ആൾക്കാരിയ്ക്കുന്നുണ്ട്. ചോദിച്ചത് എന്താണ്? നിങ്ങളോട് ചോദിച്ചപ്പോൾ എന്തിനാണ് നിങ്ങൾ തരീഖത്തിനെ എതിർക്കുന്നു എന്ന് ഹൈക്കോർട്ടിൽ ചോദ്യം വന്നപ്പോൾ നിങ്ങൾ എന്ത് മറുപടി നൽകിയെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ മറുപടി എന്താണ്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ഇസ്ലാമിൽ ഞങ്ങളുടെ മൂലാധാരമാകുന്ന ഒരു ഖുർആനുണ്ട്. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചത് ശരീഅത്താണ്, തരീഖത്തല്ല. അള്ളാഹ് പഠിപ്പിച്ചത് ശരീഅത്താണ്, തരീഖത്തല്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഞങ്ങൾ എന്തുകൊണ്ട് തരീഖത്തിനെ എതിർക്കുന്നു? അത് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ, സൂറത്തുൽ ജിന്നിൽ പറഞ്ഞ തരീഖത്ത് കൊണ്ട് വിവക്ഷ അത് ഇസ്ലാം തന്നെയാണ് എന്നല്ലാതെ റൂട്ട്സുകൾ പിൻകാലഘട്ടത്തിൽ കൃത്രിമ ശൈഖന്മാരുണ്ടാക്കിയതായ തരീഖത്തല്ല എന്ന് വളരെ വ്യക്തമാണ്, പ്രകടമാണ് ഖുർആനിലൂടെ, സുന്നത്തിലൂടെ. എന്നാൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട പ്രഗത്ഭരാണ് ഈ പറയുന്നത്
പറയുന്നത് എന്ത്? കോർട്ടിൽ കേസിൽ വിചാരണ ചെയ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ മറുപടി നൽകി, ഞങ്ങൾ തരീഖത്തിനെ എതിർക്കുന്നത് തരീഖത്ത് മനുഷ്യനിർമ്മിതമാണ്. ഇവർ പറയാണ്, മംഗലാപുരം ഖാദി പറയാണ്, തരീഖത്ത് മനുഷ്യനിർമ്മിതമാണ്, ശരീഅത്ത് അള്ളാഹുവിൻ്റെതാണ്, ശരീഅത്ത് അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? തരീഖത്തിനെ എതിർക്കുന്നു, അതേസമയത്ത് ശരീഅത്തിനെ ഞങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അലീമിൽ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്കറിയാവുന്നതുപോലെ, ഈ നേരത്തെ നാം പറഞ്ഞല്ലോ, ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. ഇത് സൂറത്ത് ജാസിയയിലാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ثم جعلناك على شريعة من الأمر. ആദ്യം പറഞ്ഞത് എന്താണ്? وأن هذا صراطي مستقيما. അള്ളാഹിന്റെ റൂട്ട് ഒന്നാണ്, അതാണ് മുസ്തഖീമായ വളവെതിരിവില്ലാത്ത റൂട്ട്. അതാണ് റസൂലുള്ളാഹി ഹദീസിൽ കൂടി പഠിപ്പിച്ചത്. അതും സഹിഹായ ഹദീസാണ്. എന്ത്? ഒരു ലൈന് പറഞ്ഞു, ഈ ലൈന് പറഞ്ഞതിന് ശേഷം ഈ നീണ്ട ലൈന്, ഇതാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ലൈന്. ഉപ റൂട്ട്സുകളോ അത് പൈശാചിക ലൈനാണ്. അതിൻ്റെ ഓരോ തലപ്പത്തും ഓരോ പിശാചിരിക്കുന്നുണ്ട്, ജനങ്ങളെ അള്ളാഹുവിൻ്റെ പാതയിൽ നിന്നിട്ട് വ്യതിചലിപ്പിക്കാൻ വേണ്ടി. എന്നിട്ടാണ് ആയത്ത് നമുക്ക് ഓതി പഠിപ്പിക്കുന്നത്. ആ ആയത്തിൻ്റെ സമാപനത്തിൽ എന്താണ് അള്ളാഹു പറയുന്നത്? നിങ്ങൾ ഉപറൂട്ട്സുകളെ പിൻപറ്റരുത്. അള്ളാന്റെ ആ ഏക റൂട്ടാകുന്ന സിറാത്തുൽ മുസ്തഖീമിൽ നിന്നിട്ട് നിങ്ങളെ അവർ വ്യതിചലിപ്പിച്ച് കളയുന്നതാണ്. ഈ അർത്ഥമാണ് റാസി വെച്ചതെങ്കിൽ അഹ്ലൻ വസഹ്ലൻ, നമ്മൾ അംഗീകരിക്കും. ഈ അർത്ഥമല്ലെങ്കിലോ ഓരോ വ്യക്തികൾക്ക്, ഓരോ പണ്ഡിതന്മാർക്ക് ഓരോ കാലഘട്ടത്തിൽ അവരുടേതാകുന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാ അഭിപ്രായങ്ങളെ നാം ഒരതി നോക്കേണ്ടത്, ഞാൻ പറയാറുള്ളത് പോലെ സറാഫന്റെ കല്ല് അതേതാണ്? ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. അത് കഴിഞ്ഞാലോ സലഫ് സാലിഹ്യങ്ങളാകുന്ന സഹാബാക്കളുടെ അഭിപ്രായങ്ങളിലേക്കാണ്. അത് കഴിഞ്ഞാലോ സലഫ് സാലിഹ്യങ്ങളായ താബിഈങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ്. അതിനെ അറബി ഭാഷ സഹായിക്കുന്നുണ്ടോ എന്നുകൂടി ഖുർആനാകുമ്പോൾ നോക്കും. അങ്ങനെ അതിലുണ്ടെങ്കിൽ സ്വീകരിക്കാമല്ലാത്തതല്ല. അപ്പോൾ റാസി പറഞ്ഞോ എന്നുള്ളതല്ല പ്രശ്നം. അതുപോലെ തന്നെ മക്കക്കാരനായ ഹൈതമി പറഞ്ഞോ എന്നതല്ല പ്രശ്നം. അവരൊക്കെ പണ്ഡിതന്മാരായിരിക്കാം, അവരൊക്കെ ഉത്ബുദ്ധരായിരിക്കാം, അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ ഇവിടെ ക്ലാസ് എടുത്ത കാലഘട്ടത്തിൽ അവർ മദീന ഇമാമാണ്, ഖതീബാണ്, ഖാദിയാണ്, മുഫ്തിയാണ്, എല്ലാമാണ്. അങ്ങനെയുള്ള മഹാപണ്ഡിതൻ, നമ്മുടെ 4 മദ്ഹബിന്റെ നേതാക്കൾ ഇമാമുകളിൽ ഒരാളായ ആ പണ്ഡിതൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതായ ഭാഗമാണ് എന്ത്? എല്ലാ മനുഷ്യന്മാരുടെയും വാക്കുകൾ സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം. ഇല്ലാ സാഹിബു ഹാദൽ ഖബർ. ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അഭിപ്രായം ഒഴിച്ച്. അപ്പോൾ അങ്ങനെയുള്ളതായ തത്വമാണ് യഥാർത്ഥത്തിൽ സലഫ് സാലിഹ്യുടെ തത്വം. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഇവരുടെ ബേക്കിൽ നിങ്ങൾ അണിനിരക്കണം. അതുകൊണ്ടാണ് അല്ലാഹു വീണ്ടും പറഞ്ഞത് എവിടെ? ജാസിയ സൂറത്തിൽ, ثم جعلناك على شريعة من الأمر. നിങ്ങൾക്ക് നാം എന്ത് ചെയ്തു? നിങ്ങൾ ജീവിക്കാനുള്ള മാർഗമായിട്ട്, നിങ്ങൾ വ്യതിചലിച്ച് പോകാതിരിക്കാൻ വേണ്ടി അല്ലാഹ് സിറാത്തുൽ മുസ്തഖീം ഒന്ന് മാത്രമാണ്, രണ്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി എന്താണ് റബ്ബേ സിറാത്തുൽ മുസ്തഖീം എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന് മറുപടിയാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയത് ശരീഅത്താണ്. നന്മകൾ എവിടെയുണ്ടെങ്കിൽ, നന്മകൾ നിങ്ങൾക്ക് ഹഖീഖത്തിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന അപ്രകാരം തരീഖത്തിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന എവിടെയെല്ലാം നന്മയുണ്ട്, ആ നന്മകളെല്ലാം എവിടെയുണ്ട്? അത് ശരീഅത്തിലുണ്ട്. അതുകൊണ്ട് ശരീഅത്ത് ഇവിടെ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, തസ്ബീഹുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, നോമ്പുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ റസൂലുള്ളാഹി നോറ്റതുപോലെ റസൂലുള്ളാഹിയുടെ നോമ്പിനെ കുറിച്ച് സഹാബാക്കൾ ഒരു സമയത്ത് ഒരുമിച്ച് കൂടിയിട്ട് പറയുകയുണ്ടായി. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് ചോദിച്ച ശേഷം, റസൂലുള്ളാഹി നിസ്കരിക്കുന്ന കോലത്തെക്കുറിച്ച് കേട്ട ശേഷം ഒരു വ്യക്തി പറയുന്നു, ഞാൻ ഇനി ഉറങ്ങുക തന്നെ ഇല്ല. എന്തേ? ഞാൻ നിസ്കരിച്ചു കൂട്ടും രാത്രി. മറ്റാൾ പറയുന്നു, ഞാൻ നോമ്പ് ഒഴിവാക്കുക തന്നെ ഇല്ല. അങ്ങനെ ഓരോരുത്തരും താങ്ങാനാവാത്തതായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി അവിടെ നിന്ന് ശപഥം ചെയ്യുന്നു. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല, തിരുത്തണം, അങ്ങനെയല്ല, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ കൊണ്ട് ഏറ്റവും ഭയപ്പെടുന്ന, അള്ളാഹിനെ ഏറ്റവും പേടിക്കുന്ന, അള്ളാഹ്ക്ക് ഏറ്റവും തഖ്വ ചെയ്യുന്ന, അഥവാ യഥാർത്ഥ റൂട്ട് ഉൾക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ച ആ ആളാണ് ഞാൻ. ഞാനാണെങ്കിൽ നമസ്കരിക്കുന്നു, ഞാനാണെങ്കിൽ നമസ്കരിക്കുന്നു, ഞാനാണെങ്കിൽ ഉറങ്ങുന്നു. ഉറക്കൊഴിവാക്കിയിട്ട് നമസ്കരിക്കലല്ല, ഉറങ്ങുന്നു, നമസ്കരിക്കുന്നു.
ഞാനാണെങ്കിൽ നോമ്പ് പിടിക്കുന്നു, എന്നും നോമ്പ് പിടിക്കൽ അത് നിങ്ങൾ വിചാരിക്കും പോലെയല്ല. ഞാൻ കല്യാണം കഴിക്കുന്നു, എന്നും നോമ്പ് പിടിക്കുമ്പോൾ കല്യാണം കഴിച്ച ആൾക്ക് പറ്റുമല്ലോ. അപ്പോൾ എന്നും നോമ്പ് പിടിക്കുക, എന്നും നമസ്കരിക്കുക, എന്നും പട്ടികൊണ്ട് കിടക്കുക, ഇതൊന്നും ഇസ്ലാമിലുള്ളതാ. അപ്പോൾ ഇതിലുള്ളതല്ല. ഇതെന്താണ് പറയുന്നത്? തശദ്ദുദിനെ എതിർക്കുന്നു. അഥവാ നാം ഇസ്ലാമിനെ ഇല്ലാത്ത കട്ടി ഉണ്ടാക്കി ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്തുന്നതിൽ പ്രയാസമുണ്ടാക്കുക, അത് തെറ്റാണ്. ഹലക്കൽ മുതനത്തിഊൻ. മുതനത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടി ഉണ്ടാക്കുന്ന ആൾ, ഇല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന ആൾ, അവർ നശിക്കട്ടെ എന്നാണ് ഹദീസിൻ്റെ ശൈലി. അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ആ ശരീഅത്തിൽ എന്തില്ല? തരീഖത്തിൻ്റെ അഹ്ലുകാരുണ്ടാക്കിയതായ ശൈലിയില്ല. തരീഖത്തിൻ്റെ അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ ഷെയ്ഖന്മാരല്ല കേട്ടോ. ഷെയ്ഖന്മാരൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ വലിയ ഷെയ്ഖായിട്ട് അഭിനയിക്കും. പലരും, എല്ലാവരെ കുറിച്ചല്ല, പലരും എനിക്കറിയാം. ഞാൻ നേരിട്ട് കണ്ട് പഠിച്ച് പരിചയമുള്ള ആളാണ്. പല തെളിവും ഞാൻ പല കാലഘട്ടങ്ങളിലായിട്ട് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ, സഹോദരികളെ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഊന്നിപ്പറയുന്നത്. കേരളത്തിൽ പള്ളിദർസിൽ പഠിച്ച ഇങ്ങനെയുള്ള കൃത്രിമത്തിൻ്റെയും അല്ലാത്തയും റൂട്ടുകൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ശേഷം അതിൽ ഏത് സത്യം ഏത് അസത്യമെന്ന് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയ ശേഷം പറയാൻ തുടങ്ങിയ ഒരു സാധുവായ മനുഷ്യനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അറിയാത്ത ആളാണ്, ഇതൊക്കെ അന്ധമായി ഗണ്ണിക്കുകയാണ് എന്ന് മനസ്സിലാക്കരുത്. മറിച്ച് ഞാൻ ഒരവസരത്തിലൊരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോയി. ഞാൻ അന്ന് ഖത്തീബാണ് കാസർഗോഡ് ഏരിയയിൽ, ചെർക്കള എന്നൊക്കെ പറയുന്ന സ്ഥലം, ചെങ്കളം ആ ഭാഗത്ത്. അങ്ങനെ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോയതായ സന്ദർഭത്തിൽ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എവിടെയോ നാട്ടിൻ്റെ പേര് പറയുന്നില്ല, എവിടുത്തോ പേര് പറഞ്ഞിട്ട് ആ നാട്ടിലുള്ള ഒലിയാണ് ഉദ്ഘാടനം ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഒലിയിനെ കാത്തിരിക്കുകയാണ്. ഞാനാണെങ്കിൽ താഴത്തെ പള്ളിയിലുള്ള ഖത്തീബായതുകൊണ്ട് അവിടെ ഖത്തീബന്മാരുടെ കൂടെ മുൻസഫിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ആരെ? ഒലിയിൻ്റെ വരവേൽപ്പിന്. എന്തിനാണ്? ഇവിടുത്തെ ഇപ്പോൾ അറബി ഭാഷയിൽ തദ്ശി എന്ന് പറയുമല്ലോ, ഉദ്ഘാടനം ചെയ്യാനേ. ആ ഉദ്ഘാടനം ചെയ്യാൻ ആൾ വരുമല്ലോ, അയാളുടെ ആ വരവേൽപ്പിനെ കാത്തിരിക്കുകയാണ്. കാത്തിട്ട് ആളെ കാണുന്നില്ല, നിസ്കരിച്ച ആളെ കാണുന്നില്ല, സലാം വീട്ടിയ ആളെ കാണുന്നില്ല. അവസാനം ഞാൻ എന്നെ ക്ഷണിച്ച നേതാക്കളോട് ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന ആൾ? അയാൾ കാറിലിരിക്കുന്നുണ്ട്. അയാൾ എവിടെയാണ്? കാറിലിരിക്കുകയാണെന്ന്. ഏതായാലും കണ്ടുകളയാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. അങ്ങനെ പോയി കാറിൽ നോക്കിയപ്പോൾ ഒരു ഭ്രാന്തൻ ഇരിക്കുകയാണ് കാറിൽ. അയാൾ തുമ്മാൻ തിന്നിട്ട്, ഞങ്ങളെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ മുറുക്കാൻ തിന്നിട്ട് ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ അയാൾക്ക് ശുദ്ധിയാക്കാൻ വരെ അറിയാത്ത മാനസിക രോഗിയാണ്, ഭ്രാന്തനാണ്. മനസ്സിലായില്ലേ? അല്പം ബുദ്ധി വിവേകം ഉണ്ടെങ്കിൽ അയാൾ നമ്മുടെ നാട്ടിൽ ഒലിയാവില്ലല്ലോ. ഒലി എന്നുള്ള സ്റ്റേഡിലേക്ക് എത്തണമെങ്കിൽ അറിവില്ലാത്തവരുടെ അടുക്കൽ എപ്പോഴാണ്? തെക്ക് എവിടെയെന്ന് ചോദിച്ചാൽ വടക്ക് കാണിക്കണം, വടക്ക് ചോദിച്ചാൽ തെക്ക് കാണിക്കണം. അപ്പോഴാണ് നേരെ വിപരീതം. അപ്പോഴാണ് കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് തോന്നുക. മനസ്സിലായില്ലേ? അള്ളാഹ് എല്ലാവരും ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ഇതൊക്കെ കണ്ട് വേദനിച്ച് പറയാണ് കൂട്ടരെ. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ പോയി, നേരത്തെ പറഞ്ഞ രൂപത്തിൽ യഖീൻ ഉറപ്പ് കിട്ടി എന്ന് പറയുന്ന മനുഷ്യൻ, യഖീൻ ഉറപ്പ് കിട്ടി. അത് തലശ്ശേരിയിൽ നിന്നിട്ട് കുറേ കിഴക്ക് ഭാഗത്താണ്. അയാളെ കാണാൻ എൻ്റെ ഉസ്താദോട് കൂടി ഞാൻ പോവാണ്. അവിടെ എത്തിയപ്പോൾ ആളില്ല, നിസ്കാര സമയത്തില്ല. ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പോവാം, മടങ്ങി വരാം, നിസ്കരിക്കാൻ പോവാം, മടങ്ങി വരാം. ളുഹ്ർ നിസ്കരിച്ചു, അസ്ർ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, മുപ്പരെ കാണാനില്ല. അപ്പോൾ പറയപ്പെട്ടു അയാൾ യഖീനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അയാൾക്ക് നമസ്കാരമില്ല. നമുക്ക് അറിയുന്നത് നമസ്കാരമില്ലാത്തവരെ ഹൈലുള്ള പെണ്ണുങ്ങളെയാണ്. ഹൈലുണ്ടായാൽ നമസ്കാരമില്ല, ജനാബത്തുണ്ടായാൽ നമസ്കാരമില്ല, നിഫാസ് ഉണ്ടായാൽ നമസ്കാരമില്ല. എന്നാൽ ജദ്ബിൻ്റെ ഹാലത്തുണ്ടായാലോ യഖീൻ ഉണ്ടായാൽ നമസ്കാരമില്ല എന്നുള്ളത് ഖുർആനിലില്ല, ഹദീസിലില്ല, സഹാബാക്കൾക്ക് പരിചയമില്ല, താബിയങ്ങൾക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് സഹാബാക്കളും താബിയങ്ങളും ഈ ജിന്നു സൂറത്തിലുള്ളതായി ആയത്തുണ്ടല്ലോ, എന്ന ആ തരീഖത്ത് ഷെയ്ഖന്മാരെ ഉണ്ടാക്കാനുള്ളതാണ്. ഒരു മുറബ്ബിയായ ഷെയ്ഖ് ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല. ആ മുറബ്ബി പറഞ്ഞു കൊടുക്കണം, അദ്ദേഹമാണ് നമുക്ക് തസ്കിയത്ത് നൽകേണ്ടത് എന്ന്. ആ മുറബ്ബിയുടെ കോലവും രൂപവും കണ്ടില്ലേ, നിങ്ങൾ കേട്ടില്ലേ? ബഗ്ദാദ് സൈഡിൽ പണ്ട് 4-ാം നൂറ്റാണ്ടിൽ വരെ കഞ്ചാവ് തന്നുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് ജീവിക്കുന്ന വിഭാഗമായിരുന്നു തരീഖത്തിലെ ഷെയ്ഖന്മാരിൽ നല്ലൊരു ശതമാനം. അവരിൽ നിന്നിട്ട് പലരും ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇമാമുകൾ എഴുതിയ ഗ്രന്ഥങ്ങളിൽ കാണാം, ഇമാമുകൾ എഴുതിയ ഗ്രന്ഥങ്ങളിൽ കാണാം എന്ത് അന്നുള്ളതായ ആ കാലഘട്ടത്തിൽ തന്നെ ഉടലെടുത്തതായ അനിസ്ലാമിക ചിന്താഗതിയുമായി പേറി നടക്കുന്ന തരീഖത്തിന്റെ ഷെയ്ഖന്മാർ പലരും മുറുദുകളായ, മുറുദ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? മുറുദ് എന്ന് പറഞ്ഞാൽ താടിയില്ലാത്ത കണ്ട ചൊങ്കുള്ള ആൺകുട്ടികളെ അവര് എപ്പോഴും കൂടെ പേറി നടക്കല.
ആൺകുട്ടികളെ കൂടെ പേര് നടക്കല. ചോദിക്കപ്പെട്ടാൽ അത് അല്ലാഹുമായുള്ളത് ഇഷ്ക്, ആ ഇഷ്ക് വ്യാപകമാക്കാൻ, ഇഷ്ക് പ്രകടിപ്പിക്കാൻ, ആ ഇഷ്ക് സ്ഥാപിക്കാൻ ഇവർക്ക് ചുംബനം നൽകുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ക് ഉണ്ടാകുന്നു എന്നാണ്. അങ്ങനെ അവർ പറഞ്ഞു നടന്നിരുന്നു എന്നാണ്. അങ്ങനെയുള്ളവരെ അടുത്ത കാലഘട്ടത്തിൽ വരേക്കും ഒരു 40-35 കൊല്ലം മുമ്പൊക്കെ ഞാൻ ഇവിടെയും വന്നിട്ട് ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടിയൊക്കെ വന്ന് പോകുന്നവരെ കൂട്ടത്തിൽ കണ്ടിട്ടുമുണ്ട്. എനിക്ക് പല അനുഭവങ്ങളുണ്ടല്ലോ. ഞാൻ പറയുന്നത് നിങ്ങളോട് മാത്രമല്ല, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജീവിച്ചതായ പല 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 കാലഘട്ടങ്ങളിലുണ്ടായി ഉടലെടുത്തതായ സംഘടനകളുടെ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും അല്ലാത്ത നേതാക്കളും മദീനയിലേക്ക് വരുമ്പോൾ പലപ്പോഴും പലരും ഈ സാധുവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ മസ്ജിദ് നബവിയിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സദസ്സിലോ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഉള്ള ഓഫീസിലോ പലയിടങ്ങളിലും വരാറുണ്ട്. അവരോടെല്ലാം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. എന്നല്ലാതെ ഞാനൊരു എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അടിസ്ഥാനപരമായ തെളിവോടുകൂടി തത്വത്തോടു കൂടി മാത്രമേ പറയുകയുള്ളൂ. ഞാൻ ഇതുവരെ പറഞ്ഞതിനെക്കുറിച്ചല്ല ഞാൻ തെളിവ് നിരത്തിവെക്കാനും ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ വിവരിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറാണ്. പറഞ്ഞു വരുന്നത് ഖുർആനിലോ സുന്നത്തിലോ ഇല്ലാത്തതായ തരീഖത്താണ് ഇന്ന് ഖേദകരമെന്ന് പറയട്ടെ, ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് മനുഷ്യനിർബന്ധമായി വ്യാപകമായി കൊണ്ടേയിരിക്കുന്നത്. അതിനെ തെളിയിക്കാൻ വേണ്ടി വാട്സാപ്പിൽ ഇപ്പോൾ ധാരാളമായി കാണാം. ഖുർആനിനെ സിറാത്തുൽ മുസ്തഖീം എന്ന ആ സൂറത്തുൽ ഫാത്തിഹയിലുള്ള ആയത്ത് ഓതിയിട്ട് അർത്ഥം വെക്കുമ്പോൾ ഞങ്ങളുടെ തരീഖത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് മുറബ്ബിയായ ഷെയ്ഖ് വേണമെന്ന് പറഞ്ഞ ശേഷമോ ഒരു ഷെയ്ഖിലേക്ക് മുപ്പരെത്താ. ഞങ്ങൾക്കുണ്ടങ്ങനെ ഒരു ഷെയ്ഖ് നിങ്ങൾ പറഞ്ഞു നോക്കി. അയാൾ പറയാതെ പറ്റില്ല, ഞങ്ങളെ ഷെയ്ഖുണ്ട്, അയാളുടെ അടുക്കലേക്ക് വരണം. അപ്പോൾ മൂപ്പര ഷെയ്ഖ് തന്നെ ആയിരിക്കണം. എന്നാൽ ഈ ഷെയ്ഖന്മാരെ കൊണ്ട് ഉദ്ദേശം പണ്ട് നമ്മുടെ ഇമാമുകളുടെ കാലഘട്ടം, സഹാബാക്കളുടെ താബിയങ്ങളുടെ കാലഘട്ടത്തിൽ ഷെയ്ഖന്മാർ ഉണ്ടായിരുന്നു. ഇമാം ഷാഫിക്ക് 1000-ഓളം ഷെയ്ഖ് ഉണ്ടായിരുന്നു എന്നാണ്. എത്ര? 1000-ഓളം. എന്താ ഷെയ്ഖ്? ഹദീസ് റിപ്പോർട്ട് ചെയ്തവർ. ഒരു ഹദീസ് കേൾക്കുമ്പോൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായ വ്യക്തിയെക്കുറിച്ച് ഹാദാ ഷെയ്ഖ്, ഇത് എൻ്റെ ഷെയ്ഖാണെന്ന് അവർ പറയും. ഷാഫിക്ക് മുമ്പ് ജീവിച്ചാളും ശേഷം ജീവിച്ചാളും. അപ്പോൾ അവർക്കൊക്കെ ഷെയ്ഖന്മാരുണ്ടായിരുന്നു. എന്തിനാണ് ആ ഷെയ്ഖന്മാർ? ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാൻ. ഈ ഹദീസ് അറിയാത്തത് കൊണ്ടും ഖുർആന്റെ വിശദീകരണം ശരിക്ക് സലഫ് സാലിഹ്യങ്ങൾ വെച്ച രൂപത്തിൽ അറിയാത്തത് കൊണ്ടും സലഫ് സാലിഹ്യങ്ങൾ പഠിപ്പിച്ച ആ രീതി മനസ്സിലാക്കാത്തത് കൊണ്ടും ഉള്ള ജഹിലാണ്, അറിവില്ലായ്മയാണ് ഈ ജദ്ബിലേക്ക് അവരെത്തിച്ചത്. അറിവില്ലായ്മയിലേക്ക് അവരെത്തിച്ചത്. അള്ളാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ഖേദം കൊണ്ട് ദുഃഖം കൊണ്ട് പറയുകയാണ്, ഇങ്ങനെയെല്ലാം ജനങ്ങളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി വ്യഭിചാരം ചെയ്ത്, അനാചാരം ചെയ്ത്, കള്ള് കുടിച്ച്, കഞ്ചാവ് തിന്ന്, നമസ്കാരം ഒഴിവാക്കി, എന്നിട്ട് ഖലീഫ എന്ന് പേരും വെച്ച് ആ ഖലീഫ 1-ാം ഖലീഫ, 2-ാം ഖലീഫ, 3-ാം ഖലീഫ ഇവിടെ ഇരിക്കുന്നുണ്ട് സദസ്സിൽ. ഈ ഖലീഫമാരുമായിട്ട് ഞാൻ ഏറ്റുമുട്ടിയ സന്ദർഭത്തിൽ കണ്ടതായ വ്യക്തി. ഒരവസരത്തിൽ ഇന്ത്യയിൽ മുഴുവനും പേരെടുത്ത നൂരിഷാ തങ്ങളുടെ മകൻ എന്ന പേരിൽ ഒരാൾ ഇവിടെ വന്നു. ഈ പള്ളിയുടെ തൊട്ടുള്ള ഒരു കെട്ടിടത്തിൽ ഇറങ്ങി എന്നെ ക്ഷണിച്ചു. അങ്ങനെ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോയ വാർത്ത ഇവിടെ ഞാൻ ധാരാളം കേസറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഞാൻ പോയ സന്ദർഭം 5 മണിക്ക് ശേഷമാണ്. 5 മണിക്ക് ശേഷം അസ്റിന് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബേക്കിൽ അണിനിരന്നവർ, ആ സന്ദർഭത്തിൽ വന്നവർ 34 പേരുണ്ട്. 34 ആരായിരുന്നു? മലയാളികളാണ്. ഖേദകർ എന്ന് പറയട്ടെ. എവിടുന്നാ മൂപ്പര് വരുന്നത്? ഹൈദരാബാദ് എന്നാണ്. ഒരു ഹൈദരാബാദി മൂപ്പരുടെ കൂടെ ഇല്ല. കൂടെയുള്ളവർ മുഴുവൻ എന്താണ്? മലയാളികളാണ്. ഈ മലയാളികളിൽ നിന്നിട്ട് ഒരാൾ ആദ്യം വന്നു, ഒതു പിടിച്ചു, എന്നിട്ട് എൻ്റെ മുമ്പിലിരുന്നു, സലാം പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ 1-ാം ഖലീഫയാണ്. 2-ാമത്തെ ആൾ വന്നു, 2-ാം ഖലീഫയാണെന്ന് പറഞ്ഞു. 3-ാമത്തെ ആൾ പറഞ്ഞു 3-ാം ഖലീഫയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഖലീഫന്മാർ ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിലാണ് ഞാൻ എനിക്ക് തോന്നിപ്പോയി ഞാനിപ്പോൾ റസൂലുള്ളാഹിയുടെ കാലത്തിലോ മറ്റോ റസൂലുള്ളാഹിയുടെ കാലത്തിൽ ആ ഖലീഫമാരൊക്കെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി പോയി, അബൂബക്കർ ഖലീഫ, ഉമർ ഖലീഫ, ഉസ്മാൻ ഖലീഫ, അലി ഖലീഫ, ഇത് ഇവർ തന്നെ ഖലീഫമാർ. മനസ്സിലായില്ലേ? എന്നിട്ട് അവസാനം എന്താ ഖലീഫയുടെ അന്ത്യം ഈ ചരിത്രം എവിടെ അവസാനിക്കുന്നത് നോക്കുക എന്ന് മനസ്സിലാക്കി ഇരുന്ന് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ കാത്തിരിക്കുന്ന മനുഷ്യനെ ഒന്ന് പിടിച്ചിട്ട് വന്നിരുന്നു. അയാൾ വന്നപ്പോൾ എല്ലാവരും എണീറ്റ് നിന്നിട്ട് സുജൂദ് ആകൃതിയിൽ അല്ലെങ്കിൽ റുക്കു ആകൃതിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. നാം സാധാരണ ഇസ്ലാമിലുള്ള ആ പതിവ് അനുസരിച്ച് സലാം പറഞ്ഞ് ഇരുന്ന ശേഷം ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചു, നിങ്ങൾ നമസ്കരിച്ചോ? പറഞ്ഞു, ഞങ്ങൾ ഹനഫികളാണ്, ഹനഫികൾ നമസ്കരിക്കൽ താമസിച്ചിട്ടാണ്. ഞാൻ മൗനം ദീക്ഷിച്ചു. അങ്ങനെയാണ് രക്ഷപ്പെടാൻ നമ്മുടെ നാട്ടിലൊക്കെ ശിർക്കും തോന്നിവാസവും അനാചാരവും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചാക്കലും അള്ളാഹു അല്ലാത്തവർക്ക് അറക്കലും അതുപോലെയുള്ളതായ അനിസ്ലാമിക തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്ന വിഭാഗം വല്ല സുന്നത്തിന് വിപരീതമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടാൽ നാം എതിർത്താൽ ഞാൻ ഇന്ന മദ്ഹബാരനാണെന്ന് പറഞ്ഞ് തടയിച്ചിലാക്കും.
ഞാൻ ഇന്ന മദ്ഹബുകാരനാണെന്ന് പറഞ്ഞിട്ട് തടികൈച്ചലാക്കും. അതിൻ്റെ ഒരു ശൈലിയാണത്. ചുരുക്കത്തിൽ അദ്ദേഹം ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, അദ്ദേഹം എന്നോട് ചോദിച്ചു, എൻ്റെ ഇപ്പോൾ സംഭവം നടന്നിട്ട് 25 എത്ര കൊല്ലായി? 23 കൊല്ലം മുമ്പാണ്. 23 കൊല്ലം മുമ്പാണ്. ഞാൻ ശരിക്കും കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ മുന്താനും പിന്താനും സാധ്യതയുണ്ട്, കൃത്യമായ ഓർമ്മയില്ലാത്തതുകൊണ്ട്. ഏതായാലും അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ തരീഖത്ത് ഏതാണ്? ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കവേ ഒരു മലയാളി കടന്നു വന്നു. എന്തിനാണ് എന്താണോ ചോദിച്ചു. അപ്പോൾ മൂപ്പർ പറഞ്ഞു, ഞാൻ മുരീദാവാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്, നിങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആട്ടി, പോടോ, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഇവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നിനക്ക് വേറെ ടൈം കിട്ടിയില്ലേ എൻ്റെ അടുക്കൽ ബൈഅത്തിന് വരാൻ, പോടോ അവിടെ നിന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ആട്ടി. അപ്പം എനിക്ക് തോന്നി ഇതെന്തോ ഒരു അഭിനയമാണ്. കാര്യം മൂപ്പർക്ക് അഥവാ മുരീദന്മാരെ ആവശ്യമുണ്ടെങ്കിൽ ആരും വന്നോട്ടെ, അള്ളാഹു റസൂലിൻ്റെ മദീനത്തല്ലേ എനിക്ക് മുരീദന്മാരെ കിട്ടുന്നത്, വരട്ടെ എന്ന് വിചാരിച്ച് കൈനീട്ടി കൊടുക്കേണ്ടതല്ലേ? അങ്ങനെ ശരിയാണെങ്കിൽ മൂപ്പർക്ക് അയാൾക്ക് കുറേ ആൾക്കാർ ഏത് സമയത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് എന്നെ ധരിപ്പിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ ഉണ്ടായതായ ഒരു അഭിനയമാണെന്ന് എനിക്ക് തോന്നി. ആവാം, ഏതായാലും ഇരിക്കട്ടെ. പിന്നെ മൂപ്പര് എന്നോട് ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങളുടെ തരീഖത്ത് ഏതാണ്? ഞാൻ പറഞ്ഞു, ഇവിടെ കിടക്കുന്ന നബിയുന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ തരീഖത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, നാം ഇപ്പോൾ കർമ്മശാസ്ത്രം പഠിക്കാൻ വേണ്ടി അബൂ ഹനീഫ, ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാം അങ്ങനെ പറഞ്ഞിട്ടുള്ള അയാൾ മാലിക് എന്നാണ് പറഞ്ഞ്, ഹനഫി, മാലിക്, ഹംബലി, അത്രയല്ല അറിയുള്ളവർക്കൊക്കെ. ഹനഫി, മാലിക്, ഹംബലി, ഷാഫി അങ്ങനെ പറഞ്ഞു. അങ്ങനെയുള്ളതുപോലെ നമുക്ക് അള്ളാഹിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ശൈഖന്മാരുടെ ആവശ്യമില്ലേ? അവരോട് ബൈഅത്ത് ചെയ്യേണ്ടതില്ലേ? നഖ്ശബന്ദിയ, ഖാദിരിയ, സഹ്റവർദിയ, ജിഷ്തിയ എന്നൊക്കെ പറയുന്ന തരീഖത്തുകളുടെ ആവശ്യമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ചോദിക്കാൻ തോന്നിയത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമസ്കാരത്തെ പിന്തിക്കാൻ കാരണമായത് ഒരു ഇമാമിനെ പിൻപറ്റിയത് കൊണ്ടാണല്ലോ. എന്നാൽ ആ ഇമാമ് ഹിജ്റയുടെ 1-ാം നൂറ്റാണ്ടിൻ്റെ സമാപനമാകുന്ന 83 ഏകദേശം ജനിച്ച ആളാണ്. എന്നിട്ട് 150 മരിച്ച ആളാണ്. അപ്പോൾ 1-2 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതൻ, 1-2 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ തരീഖത്ത് ഏതാണെന്ന് ചോദിക്കാനാണ് എനിക്ക് തോന്നിയത്. അതിന് ബുഹിത്തല്ലദീ കഫർ അല്ലെങ്കിൽ ബുഹിത്തല്ലദീ അങ്കർ, നിഷേധിച്ചവൻ്റെ കൂടെ മറുപടി ഉണ്ടാവുകയില്ലല്ലോ, അതിന് മറുപടി ഇല്ലല്ലോ. അപ്പോൾ അവരുടെ തരീഖത്തും മുഹമ്മദ് നബിയുടെ തരീഖത്താണ് എന്ന് പ്രാക്ടിക്കലായി സ്ഥാപിക്കാനുള്ള ഒരു സ്വർണ്ണാവസരം അവിടെ ലഭിച്ചു എന്നർത്ഥം. നാം മനസ്സിലാക്കണം, പലരും നിരപരാധികളായ അറിവില്ലാത്തവരായ നാടന്മാരായ മനുഷ്യന്മാർ തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ളത് ഈ മനുഷ്യനിർമ്മിതമായ തരീഖത്ത് എന്നത് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലെ ഉടലെടുത്തതാണ് എന്നതാണ്. അല്ല, റസൂലോ സഹാബത്തോ താബിഈങ്ങളോ അവരാരും അവരുടെ കാലഘട്ടത്തിൽ ആരെക്കുറിച്ചും പറയപ്പെട്ടിട്ടില്ല എന്ത് തരീഖത്തിൻ്റെ പേരിൽ ഒരു ഷെയ്ഖുണ്ട് എന്നും ആ ഷെയ്ഖ് തസ്കിയത്ത് നൽകുന്നു എന്നും ആ ഷെയ്ഖിൻ്റെ ബേക്കിലാണ് നടക്കണമെന്നും ആ ഷെയ്ഖ് പറയുന്ന ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും മാത്രമേ നാം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അദ്ദേഹം പറയും പോലെ മാത്രം അദ്ദേഹം പച്ചത്തല കെട്ടിയാൽ പച്ചത്തല കെട്ട്, അദ്ദേഹം മഞ്ഞ കെട്ടിയാൽ മഞ്ഞത്തല കെട്ട്, അത് റസൂൽ വിരോധിച്ച വസ്ത്രമാണല്ലോ മഞ്ഞ, എന്നാൽ വിരോധമില്ല, ഷെയ്ഖ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധരിക്കണം. അങ്ങനെയുള്ളതായ ദുഷിച്ച അനാചാര അനിസ്ലാമിക ചിന്താഗതികൾ പിൻകാലഘട്ടത്തിൽ ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി ഗ്രീക്കുകാരും ഇറാനികളും ഗ്രീക്കുകാരും ഇന്ത്യക്കാരും അഥവാ മറ്റു മതസ്ഥർ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ചിലർ ഇസ്ലാമിൽ പരിപൂർണമായി 2 കാലി ഇസ്ലാമിലേക്ക് കടത്തി വെക്കാത്ത വിഭാഗം ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി ഉപയോഗിച്ചതായ മാർഗങ്ങളിൽപ്പെട്ടതാണ് അനിസ്ലാമിക തരീഖത്തുകൾ ഉണ്ടാക്കപ്പെട്ടത്. അതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ പ്രഗത്ഭ പണ്ഡിതന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. പിന്നെ ഇതിന് വിപരീതമായിട്ട് വല്ലരുടെയും വാക്കുകൾ പറയുകയാണെങ്കിൽ സലഫു സാലിഹീങ്ങളുടെ വചനങ്ങളിൽ ആ വാക്കുകൾ കാണുക തന്നെ ഇല്ല. ഞാനിവിടെ പറയാൻ തുടങ്ങിയിട്ട് 40-ൽ പരം വർഷമായി ഈ കാര്യം. നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ, തരീഖത്തിന് തെളിവായിട്ട്. സലഫു സാലിഹീങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കളാകുന്ന താബിഈങ്ങളോ അവർക്ക് മുമ്പ് സഹാബാക്കളോ
റസൂലുള്ള പഠിപ്പിച്ചതിലോ വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ മറുപടി കിട്ടിയില്ല. ഇപ്പോൾ ഏകദേശം 10,000-ൽ പരം മലയാളികൾ ഏകദേശം മദീനത്ത് താമസിക്കുന്ന കാലഘട്ടമാണിത്. ഇവിടെ അപ്രകാരം തന്നെ 25,000-ഓളം മലയാളികൾ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി വരുന്ന കാലഘട്ടമാണിത്. 25,000 ഹജ്ജിന് വേണ്ടി മാത്രം വരുന്ന കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ കാണുന്ന, കേൾക്കുന്ന, സംസാരിക്കാൻ പറ്റുന്ന സമസ്തയുടെ പല നേതാക്കളുമായി ഞാൻ വീട്ടിൽ നിന്നിട്ട് ചർച്ച ചെയ്തപ്പോൾ പല പണ്ഡിതന്മാരും എന്നോട് പറഞ്ഞു, നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം, നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. പേരെടുത്ത ഒരു തങ്ങൾ എന്നോട് ഒരവസരത്തിൽ പറഞ്ഞു, മൗലവി നിങ്ങളെ തനിച്ച് കാണണം. പ്രശ്നമില്ല, അവർക്ക് പ്രയാസമാണ് ആൾക്കാരുടെ കൂടെ കാണുന്നതിൽ. തനിച്ച് കാണണം, കാരണം സാധാരണക്കാരനല്ല, നാട്ടിൽ പേരെടുത്ത മനുഷ്യനാണ്. അങ്ങനെ ഞാൻ തനിച്ച് കാണാൻ തീരുമാനിച്ചു. അയാൾക്ക് വേണ്ടി കളമൊരുക്കി അങ്ങനെ വീട്ടിൽ വന്നു. അയാൾ തനിച്ച് ഇരുന്നപ്പോൾ എന്നോട് അയാൾ തരീഖത്തിനെക്കുറിച്ച് ചോദിച്ചു. നിങ്ങൾ ഈ കേട്ട രൂപത്തിലും അല്ലാത്ത രൂപത്തിലും എനിക്കറിയാവുന്ന രൂപങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതങ്ങനെ തന്നെ കണ്ണടച്ച് സ്വീകരിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. അയാൾ എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ചോദിക്കാമല്ലോ. ഞാനൊരു ചോദ്യം ചോദിച്ചു. നാട്ടിലുള്ളവരൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് അണിനിരക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിലെ ക്യൂ നിൽക്കുന്നുണ്ടല്ലോ, അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് മുക്തനാവാൻ വേണ്ടി അഥവാ ചാൻസ് കിട്ടിയല്ലോ, ഞാൻ വലിയ പേരെടുത്ത മനുഷ്യരല്ലേ, അവരെന്നെ സന്ദർശിക്കാൻ വേണ്ടി വരെയല്ലേ, എൻ്റെ അടുക്കൽ ബർക്കത്ത് എടുക്കാൻ വേണ്ടി വരെയല്ലേ, അപ്പോൾ ആ ചാൻസ് ഞാൻ ഉപയോഗപ്പെടുത്തട്ടെ, അവരെ ഇരുത്തട്ടെ, അവർക്ക് പ്രബോധനം നടത്തട്ടെ, അവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൗലവി ഞാൻ പരിപൂർണമായി ഒരു പണ്ഡിതനൊന്നുമല്ല. ഞാൻ പട്ടിക്കാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാപ്പ മരിച്ചു. അതോടുകൂടി ഞാൻ പഠനം നിർത്തി. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് വിജ്ഞാനമൊന്നുമില്ല. അത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നതെന്ന് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ജനങ്ങൾ എന്നെ പൊക്കിക്കളഞ്ഞു, ഞാനെന്ത് കാട്ടണം? ജനങ്ങൾ എന്നെ പൊക്കിക്കളഞ്ഞു, ഞാനെന്ത് കാട്ടണം? ഇതൊക്കെ നമ്മുടെ നേതാക്കൾ നിന്നിട്ട്, ചിലരുടെ നേതാക്കളായ ജനങ്ങൾ മനസ്സിലാക്കിപ്പോയി ചിലർ നിന്നിട്ട് കേൾക്കാൻ സാധിച്ചതായ മറുപടികൾ മാത്രമാണ്. ഇതൊക്കെ നേർക്ക് നേരെ മറ്റുള്ളവർ കേട്ടു പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ പതിവിന് വിപരീതമാണത്. കാരണം ഞാൻ വല്ല കേരളത്തിൽ കൊള്ളുന്ന ആൾക്കാരുമായി, കേരളത്തിൽ അറിയപ്പെടുന്ന കൊള്ളുന്ന ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ മലയാളികളെ ഞാൻ സാക്ഷികളായിട്ട് കൊണ്ടുവരും. ഇയാൾ എന്നോട് നിബന്ധന പറഞ്ഞാണ് ആരും കൊണ്ടുവരരുത് എന്ന്. നിബന്ധന ഞാൻ പാലിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് വഞ്ചിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നേനെ. ഞാൻ വഞ്ചിക്കലില്ല, എൻ്റെ അറിവിൽപ്പെട്ടതല്ല അത്. അതുകൊണ്ട് ക്ലിയറായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു ചെയ്യാമെന്നല്ലാതെ അല്ലാത്ത ഞാൻ ചെയ്യുകയുമില്ല. പറഞ്ഞു വരുന്നത്, നാം ഈ കാര്യം പറയുമ്പോൾ ഞാൻ ചർച്ച ചെയ്യുന്നത് കേരളീയർക്ക് വേണ്ടിയാണ്. കേരളീയരുടെ ഇടയിലുള്ളതായ മഹാവ്യാപകമായ രോഗമാണിത്. നാം എന്തുകൊണ്ട് പിഴച്ചു എന്ന് ചോദിച്ചാൽ, അള്ളാഹ് പറഞ്ഞ നിങ്ങൾ എതസ്മു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കരുത്. നിങ്ങൾക്ക് ഒരു റൂട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്, ആ ലൈനിൽ കൂടി നിങ്ങൾ പോകണം. ആ ലൈനിൽ കൂടി പോയില്ലെങ്കിൽ നിങ്ങൾ പിഴക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്ത് പറഞ്ഞത്, നിങ്ങൾ സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൈയാളാൻ, നിങ്ങളുടെ വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾ ഇസ്ലാമീകരിക്കാൻ പറ്റുന്ന ഒരു ശൈലി ഞാൻ ഇറക്കി തരുന്നുണ്ട്. അതിൻ്റെ പേരെന്താണ്? ശരീഅത്ത് എന്നതാണ്. ഫത്തബിഅഹാ, നിങ്ങൾ അതിനെ പിൻപറ്റുക. വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരെ സൃഷ്ടിച്ചുണ്ടാക്കിയതായ ആ തരീഖത്തിന്റെ ബേക്കിലോ ഹഖീഖത്തിന്റെ ബേക്കിലോ മാരിഫത്തിന്റെ ബേക്കിലോ നിങ്ങൾ അടിനിരക്കരുത്. അപ്പോഴോ അള്ളാഹുവിന്റെ റൂട്ടിൽ നിന്നിട്ട് നിങ്ങൾ അവരെ വഴിപഴിപ്പിച്ച് കളയുന്നതാണ് എന്ന് നേരത്തെ കേട്ടതായ ആയത്തിലും. അതുകൊണ്ട് തന്നെ ഇത്തരം ആയത്തുകൾ നമ്മുടെ മുമ്പിൽ, സൂറത്തുൽ ജാസിയിലാണ് രണ്ടാമത്തെ ആയത്ത്. ഇതുപോലെയുള്ള ആയത്തുകളൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ ഒരു വഴിയാണ് എന്ന് അല്ലാഹ് പറഞ്ഞത് ഓർത്തു കഴിഞ്ഞാൽ നാം മറ്റു റൂട്ട്സുകളെ, പിന്നെ പലർക്കും സംശയം, അല്ല മനുഷ്യ, ഞങ്ങൾക്ക് ശൈഖന്മാർ ദിക്റുകൾ പറഞ്ഞു തരുന്നുണ്ട്. എടോ, ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, സലാത്തുകൾ ഇതെല്ലാം നമ്മുടെ ഇമാമുകൾ എഴുതി വെച്ച് പോയിട്ടുണ്ട്. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അദ്കാറുകളെ കുറിച്ച് ഗ്രന്ഥമുണ്ട്. ഇമാം ഇബ്നു സുന്നിക്ക് ഇത് അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥമുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അൽ അദ്കാറി എന്ന ഗ്രന്ഥമുണ്ട്. അദ്കാറി എന്ന ഗ്രന്ഥത്തിൽ ചില ദഈഫായ ഹദീസുകൾ ഉണ്ട് എന്ന് പലർക്കും പറയാൻ തോന്നും. അപ്പോൾ ആ ഹദീസുകളിൽ നിന്നിട്ട് ഏത് സഹീഹ് ഏത് ദഈഫ് എന്ന് വിശദീകരിക്കാൻ പണ്ഡിതന്മാർ രംഗത്തിറങ്ങി തഹ്ഖീഖ് നടത്തി അതും അങ്ങനെ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യതിചലിക്കാനുള്ള ഒരു മാർഗവുമില്ല.
പിന്നെയോ ദിക്ർ വേണ്ട നമ്മൾക്ക് അഭിപ്രായമില്ല, ദിക്ർ വേണമെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കലിലൂടെ മാത്രമാണ് അവർക്ക് ഹൃദയത്തിന് സമാധാനം വരിക. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങളിൽ സമാധാനവും ശാന്തിയും ലഭിക്കണമെങ്കിൽ അല്ലാഹുവിനെ സ്മരിച്ചാലേ തീരൂ. അല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി തൂബാ ലഹും വഹുസ്നു മആബ്. അള്ളാഹുവിൽ കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളതോടുകൂടി അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി അറുത്ത് അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹിനെ സ്മരിക്കുമ്പോൾ, അള്ളാഹിനെ ഓർക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർ അതോടൊപ്പം സലഫ് സാലിഹീങ്ങൾ ജീവിച്ചതുപോലെയുള്ള മറ്റു ഉപറൂട്ട്സുകൾ കൈക്കൊള്ളാതെ അള്ളാഹിന്റെ റൂട്ട്, മുഹമ്മദ് നബി പറഞ്ഞ റൂട്ട്, മുഹമ്മദ് നബിയെ പിൻപറ്റാൻ വേണ്ടി അള്ളാഹ് ഖുർആനിൽ 56ഓളം തവണ ഇത്തിബാ എന്ന പദം പ്രചരിപ്പിച്ചുകൊണ്ട്, പദം പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരിപ്പിച്ച ഖുർആനിലുള്ള റൂട്ട്, ആ റൂട്ടിന്റെ ബാക്കിൽ അണിനിറന്നാലേ എന്ത് സംഭവിക്കുകയുള്ളൂ? الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب الذين آمنوا وعملوا الصالحات طوبى لهم. ആ സൽക്കർമ്മം ചെയ്തവർക്കാണ് വിജയം. തൗബ എന്നതിന് മുഫസ്സിറുകൾ സ്വർഗത്തിൻ്റെ പേരാണെന്ന് അർത്ഥം വെച്ചവരുണ്ട്. എന്നാൽ സ്വർഗം അവർക്കാണ് എന്ന്, അല്ലെങ്കിൽ അവർക്കാണ് വിജയം, വിജയം കിട്ടുമ്പോൾ സ്വർഗം കിട്ടി. വഹുസ്നു മആബ്, നല്ലൊരു മടക്കം, നല്ലൊരു വീട്, നല്ലൊരു മടക്കമല്ലേ എന്ന്. അപ്പോൾ അവിടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ദിക്റുകൾ എന്നല്ലാതെ ഒരു ഷെയ്ഖ് പറഞ്ഞു കൊടുക്കേണ്ടതോ ഒരു ഷെയ്ഖ് തർബിയത്തല്ല. അതെ, നിന്റെ കുട്ടിക്ക് നീ തർബിയത്ത് നൽകിക്കോ. നീ ഉസ്താദിനടുക്കൽ പഠിപ്പിക്കുമ്പോൾ ആ ഉസ്താദ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഉസ്താദാവട്ടെ, ദർസിൽ പഠിപ്പിക്കുന്ന ഉസ്താദാവട്ടെ, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉസ്താദാവട്ടെ, ഏത് രൂപത്തിലുള്ള ഉസ്താദായാലും വിരോധമില്ല. ആ ഉസ്താദ് നിനക്ക് ഖുർആനും സുന്നത്തുമാണ് പഠിപ്പിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം നിന്നെ വീക്ഷിക്കണം, അദ്ദേഹം നിന്നെ ശ്രദ്ധിക്കണം. നീ ഒരു തിൽമീദ് എന്ന നിലക്ക് നിന്നെ ശ്രദ്ധിക്കണം, നിനക്ക് നൽകണം, നിന്നെ വളർത്തേണ്ട, നിനക്ക് ഇസ്ലാമിക ശിക്ഷണം നൽകേണ്ട മാർഗങ്ങൾ വാപ്പയും ഉമ്മയ്ക്കും വീട്ടിലുള്ള ഉത്തരവാദിത്വം പോലെ ഉസ്താദിനുമുണ്ട്. അവരെല്ലാം ശ്രദ്ധിക്കുക എന്നത് ഇത് ബാധ്യതയാണ്. ഇനി വാപ്പയും ഉമ്മയും ഒന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നാട്ടുമൂപ്പന്മാരും നേതാക്കളും കൊള്ളുന്നവരും അവരൊക്കെ ശ്രദ്ധിക്കണം. എന്നല്ലാതെ ഇപ്പറഞ്ഞതായ തരീഖത്തിന്റെ ഷെയ്ഖ് അത് പിൻകാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അവർ തരീഖത്ത് മാത്രമല്ല, തരീഖത്ത് വേറെ, ഹഖീഖത്ത് വേറെ, മാരിഫത്ത് വേറെ എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ആൾക്ക് മറ്റു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞവർക്ക് അറിയുന്ന വിജ്ഞാനം അറിയാൻ പാടില്ല. അതവരുടെ ചിന്താഗതിയിൽപ്പെട്ടതാണ്. എന്ത് ചില പുസ്തകങ്ങൾ എൻ്റെ കൂടെയുണ്ട്, തരീഖത്തിന്റെ അഹലുകാരുണ്ടാക്കിയ പുസ്തകം. ആ പുസ്തകത്തിന്റെ മീതെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പുസ്തകം നമ്മുടെ തരീഖത്തിൽ അണിനിറന്നവർക്കല്ലാതെ വായിക്കാൻ പാടുള്ളതല്ല. ഖുർആന്റെ മീതെ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥത്തിന്റെ മീതെ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥത്തിന്റെ മീതെ അത് എഴുതിയിട്ടുണ്ടോ? മുസ്ലിങ്ങൾക്കുള്ള എല്ലാ വിഷയം എല്ലാം അറിയേണ്ട വിഷയമാണ്. രഹസ്യം പരസ്യം എന്ന വിഷയമുണ്ടോ ഇസ്ലാമിൽ? ഇല്ല, അങ്ങനെ ഒന്നില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ രഹസ്യം പരസ്യം എന്നതായ ഈ പദം തന്നെ ബാത്തുനീസത്തിന്റെ ഉടമകൾ ഉണ്ടാക്കിയതാണ്. അതും ഈ പറഞ്ഞതായ തരീഖത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യതിയാനം ഇസ്ലാമിൽ സംഭവിച്ച കാലഘട്ടത്തിൽ ഉടലെടുത്ത ഗ്രീക്കുകാരിലൂടെയും മറ്റുള്ള ചിന്താഗതിക്കാരിലൂടെയും ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി ആ ലക്ഷ്യം വെച്ചുകൊണ്ടുണ്ടാക്കിയവരായ ആ ചിന്താഗതിയിൽ നിന്നിട്ട് ഉടലെടുത്തതായ വിഭാഗമാണ് എന്ത്? ഈ രഹസ്യം വേറെ പരസ്യം വേറെ. അതുണ്ടാക്കിയ കൂട്ടത്തിൽ നമ്മുടെ ഷിയാക്കളെന്ന പേരിൽ അറിയപ്പെടുന്ന റാഫിദുകളുണ്ട്. റാഫിദുകൾ എന്നിട്ട് ചില വിഭാഗത്തിന്റെ വിശ്വാസം തന്നെ 5 ആളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ 5 വക്ത് നിസ്കാരം ആവശ്യമില്ല. ആരൊക്കെയാണ്? മുഹമ്മദ്, അലി, ഹസൻ, ഹുസൈൻ, ഫാത്തിമ. ഇവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമസ്കരിക്കേണ്ട ആവശ്യമില്ല, 5 വക്ത് നിസ്കാരത്തിന്റെ ഫലം അതിലൂടെ ലഭിച്ചു എന്നൊക്കെ മനസ്സിലാക്കുന്നവരുണ്ട്. അതാണ് ബാത്തുനീ ചിന്താഗതി. അങ്ങനെ ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഒരാൾ പഠിക്കേണ്ട, ഒരാൾ പഠിക്കാൻ പാടില്ലാത്തതെന്നോ, ഒരാൾ അറിയേണ്ട, ഒരാൾ അറിയാൻ പാടില്ലാത്തതെന്നോ, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്തതെന്നോ എന്ന രൂപത്തിൽ ഒരു ഇൽമുമില്ല. എല്ലാവരും പഠിക്കേണ്ട, എല്ലാവരും അറിയേണ്ട, അമുസ്ലിങ്ങളെ വരെ അറിയേണ്ട. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞ ശരി എന്താണ്? നിങ്ങളെ ഞാൻ നിയോഗിച്ചത്
കാഫത്തൻ ലിന്നാസ്, മനുഷ്യന്മാർക്ക് സകല നന്മയായിട്ടാണ്. ബഷീറൻ വനദീറ, അവർക്ക് സ്വർഗ സന്തോഷ വാർത്ത നൽകാൻ, അവരെ തൊട്ട് അവർക്ക് നരകത്തിൽ നിന്നിട്ട് അവരെ മോചിപ്പിക്കാൻ. അതുകൊണ്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ സലഫുസ് സാലിഹീങ്ങളുടെ ജീവിത ശൈലി ഞാൻ നേരത്തെ ഓതി വെച്ചതായ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച നബിമാരെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഫസ്തജബ്നാ ലഹു, സക്കരിയ നബി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം ചെയ്തു. വഹബ്നാ ലഹു യഹ്യ, അവർക്ക് യഹ്യയെ നാം നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട് അവർക്ക് യഹ്യയെ വഹബ് ചെയ്തു, അവർക്ക് സമ്മാനിച്ചു യഹ്യ എന്ന മകനെ. വസ്ലഹ്നാ ലഹു സൗജ, ഭാര്യയെ അവരുടെ ഇണയെ അവർക്ക് നാം നന്നാക്കി കൊടുത്തു. ഇന്നഹും, ഈ ലമീർ മടങ്ങുന്നത് അതിനു മുമ്പുള്ള ധാരാളം നബിമാരുടെ കഥ അതിനു മുമ്പ് അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അവരിലേക്കാണ് മടക്കം. ഇന്നഹും, ഈ വിഭാഗം ആരായിരുന്നു? കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിലേക്ക് കുതിക്കുന്നവരായിരുന്നു, കുതിച്ചു ചെല്ലുന്നവരായിരുന്നു. വയദ്ഊനനാ, നമ്മെ അവർ പ്രാർത്ഥിക്കും, നമ്മോട് അവർ പ്രാർത്ഥിക്കും. റഗബൻ വറഹബാ. അപ്പോൾ ഷെയ്ഖിന്റെ തരീഖത്തിന്റെ ഷെയ്ഖമാർ പഠിപ്പിച്ചൊരു നയമല്ല ഖുശൂഅോ ഖുദൂഅോ ഭക്തിയോ എന്ന് പറയുന്നത്. ഖുർആനിൽ അല്ലാഹ് നമുക്ക് പഠിപ്പിച്ച ശൈലിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെല്ലാം നന്മ വേണം, ആ നന്മയെല്ലാം ശരീഅത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാള് ശരീഅത്തുൽ ഹഖീഖത്തില്ല എന്ന് പറഞ്ഞാൽ നാം പണ്ട് തെളിവുകൾ പറയാറുണ്ട്. ഉദാഹരണം അല്ലേ, പഴയ കാലഘട്ടത്തിലൊക്കെ ഉദാഹരണം പറയാറുണ്ട്. കടയുടെ പേര് എഴുതി വെച്ചായിട്ട് കാണാം, എന്ത് തഖ്ഫീളാത്ത് എന്ന് പറഞ്ഞാൽ ആദായത്തിലുള്ള വിൽപ്പന. ഇവിടെ സാധനത്തിന് വില കുറവ്, തഖ്ഫീളാത്ത്. പിറ്റേ ദിവസം തൊട്ട കടയിൽ എഴുതും, എന്ത് തഖ്ഫീളാത്ത് ഹഖീഖിയ്യ, യഥാർത്ഥ ആദായം ഇവിടെയാണ്, അവിടെയല്ല. അപ്പം മറ്റതെന്ത്, ആരവിടേക്ക് പോകരുത്, ഇവിടെ വരണമെന്നാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണോ ഹഖീഖത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ ഹഖീഖത്ത്? അപ്പോൾ ശരീഅത്ത് നടത്തിയ മുഹമ്മദിന്റെ കൂടെ ഹഖീഖത്തില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീഅത്ത് കൊണ്ടുവന്ന സഹാബാക്കളുടെ കൂടെ ഹഖീഖത്തില്ല. ശരീഅത്ത് കൊണ്ടുവന്ന താബീങ്ങളുടെ കൂടെ ഹഖീഖത്തില്ല. ശരീഅത്ത് കൊണ്ടുവന്ന 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കൂടെ ഹഖീഖത്തില്ല. എന്തടോ വിഡ്ഢിത്തം പറഞ്ഞ് ഞങ്ങളെ വ്യതിചലിപ്പിക്കാന്നല്ലാതെ അതൊന്നും ഇസ്ലാമിലില്ല, അതൊന്നും ഖുർആനിലില്ല, അതൊന്നും സുന്നത്തിലില്ല. അത് ഉത്തമ നൂറ്റാണ്ടെന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചതായ ഖൈറുന്നാസി ഖർനി, ഉത്തമ സമുദായം എൻ്റെ നൂറ്റാണ്ടുകാരാണ്, എൻ്റെ ഖർനിൽ ജീവിക്കുന്നവരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ തൊട്ട നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചവരുടെ രീതി പരിശോധിച്ചാൽ അവിടെ എന്നും ഈ പറഞ്ഞതായ വളഞ്ഞു തിരിഞ്ഞ ലൈനോ വളഞ്ഞു തിരിഞ്ഞ റൂട്ടോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ തരീഖത്തുകളോ കാണുന്നതേ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തെളിവെടുത്ത് ഈ സംസാരിച്ച വാട്സാപ്പിലും അതുപോലെയുള്ള പലയിടങ്ങളിലും തരീഖത്തിനെ കുറിച്ച് സംസാരിക്കുന്നവരുടെ കൂടെയുള്ളതായ തെളിവുകളൊക്കെ ഇങ്ങനെയുള്ളവരുടെ പിൻകാലഘട്ടത്തിൽ ജീവിച്ചവരുടെ നിഗമനങ്ങളാണ്. അതിൽ നിന്നിട്ട് പലരും തൗബ ചെയ്ത് മടങ്ങിയവരുണ്ട്, പലരും നന്നായവരുണ്ട്. മഹാനായ ഇമാം ഗസാലിയെക്കുറിച്ച് മഹാനായ ശൈഖുൽ ഇസ്ലാം പറയുന്നുണ്ട്, അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ തൗറാത്ത് നെഞ്ചത്തി വെച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ ഹദീസ് ഗ്രന്ഥം അഥവാ ബുഖാരി നെഞ്ചത്ത് വെച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ അതിൽ നിന്നിട്ട് പണ്ഡിതന്മാരെ മനസ്സിലാക്കി ഗസാലി അവസാന കാലഘട്ടത്തിൽ ആ തർക്കശാസ്ത്രം ഒഴിവാക്കി, ആ ഫൽസഫ ഒഴിവാക്കി. അവർ മുമ്പ് പറഞ്ഞതായ പല ചിന്താഗതികളുണ്ട്, അതിൽ നല്ലതുണ്ട്, വടക്കുണ്ട്, വേണ്ടാത്തതുണ്ട്. അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഒഴിവാക്കിയിട്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പഠനം നടത്തിക്കൊണ്ടേയിരിക്കുന്ന കാലഘട്ടത്തിലാണ് മരിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് നാം ആക്ഷേപിക്കാൻ പാടില്ല എന്ന ശൈലി ശൈഖുൽ ഇസ്ലാമിനെ കുറിച്ച് പോലത്തെ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം. അതുപോലെ പല പണ്ഡിതന്മാരെ കുറിച്ചും അവർ പ്രഗത്ഭ പണ്ഡിതന്മാരാണെങ്കിൽ പിൻകാലഘട്ടത്തിലാണ് ജീവിച്ചതെങ്കിൽ അവരിൽ നിന്നിട്ട് പലരും അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സൈസിലുള്ള ചിന്താഗതിയെ അഥവാ തരീഖത്ത് ചിന്താഗതിയെ അനിസ്ലാമിക സൂഫീസത്തെ സ്ത്രീകരിക്കുന്നവരാണെങ്കിൽ അവരെല്ലാം പിൻകാലഘട്ടത്തിൽ പലരും മടങ്ങിയിട്ടുണ്ട്. ഇനി മടങ്ങാതിരിക്കട്ടെ. നമുക്ക് തെളിവ് ഖുർആൻ, നമുക്ക് തെളിവ് സുന്നത്ത്. നമ്മളോട് പരലോകത്തിൽ ചോദിക്കല് ഗസാലി ഇമാമിന്റെ ബേക്കിൽ എന്തടോ അണിനിർക്കാത്തത് എന്നല്ല. നമ്മളോട് പിൻകാലഘട്ടത്തിൽ പരലോകത്തിൽ ചോദിക്കല് ഇമാം റാസിയുടെ ബേക്കിൽ എന്തടോ അണിനിർക്കാത്തതെന്നല്ല. എന്താണ് അവിടെ ചോദിക്കുക? വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഈ സഹാബാക്കളുടെ മുഹാജിറുടെ താബീങ്ങളുടെ ബേക്കിൽ നന്മയിൽ അണിനിരന്നവരാരുണ്ടോ? അവരാരുണ്ട്?
അവരുടെ കൂടെ തെളിവുണ്ടോ? അതാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഖുർആനിനെ സുന്നത്തിനെ ഞാൻ ഏൽപ്പിച്ചു തന്നു, അതിൻ്റെ ബാക്കിലാണ് നടന്നാൽ നിങ്ങൾ വളഞ്ഞു തിരിഞ്ഞു പോകുന്നതല്ല എന്ന് വിശദീകരിച്ച് തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ. ഇതിലൂടെ നാം ഏകദേശം അൽഹംദുലില്ലാ സത്യമേത് അസത്യമേത് എന്ന് മനസ്സിലാക്കുവാനും അനിസ്ലാമിക തരീഖത്ത് അത് അനിസ്ലാമിക സൂഫിസത്തിലൂടെ ഉടലെടുത്തതാണ് എന്നും പല കാലഘട്ടത്തിലായിട്ട് ഇവിടെ കേൾക്കാറുള്ള സംസാരത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ഒരു ഷോർട്ടായ ശൈലിയാണ് ഇന്ന് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ഇന്നുള്ള പുതുമുഖങ്ങൾ അന്നുണ്ടായിക്കൊള്ളണമെന്നില്ല എന്നതുകൊണ്ടാണ് വിഷയം മടക്കി പറഞ്ഞതും. അള്ളാഹു ഇതുവരെ പറഞ്ഞത് നമ്മിൽ നിന്നിട്ടുള്ള ഇബാദത്തായി സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ഇനിയും ഇങ്ങനെയുള്ള സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളിലുള്ള സംശയങ്ങളൊക്കെ തീർത്ത് ഒറിജിനൽ അഹ്ലുസ്സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളാനുള്ളതായ ചുറ്റുപാട് റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഉണ്ടാക്കി തരട്ടെ. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി അറുത്ത് അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ അഹ്ലുസ്സുന്നത്ത് വൽ ജമാഅത്ത് നമ്മെ അള്ളാഹു പെടുത്തട്ടെ. ഇതിന് നേരെ വിപരീതം ജീവിക്കുന്ന വിഭാഗത്തെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. നമ്മൾ നിന്നിട്ട് രോഗമുള്ള രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. റബ്ബിൻ്റെ മതത്തിനെ പ്രചരിപ്പിക്കാനുള്ളതായ ശാരീരിക സാമ്പത്തിക വിജ്ഞാന ഈമാനിക ശേഷി നമുക്കേവർക്കും അള്ളാഹു നൽകട്ടെ. അതിന് അള്ളാഹു നമുക്ക് ആത്മാർത്ഥത നൽകട്ടെ. പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സിറിയ പോലോത്ത ബർമ്മ പോലോത്ത ഇറാഖ് പോലോത്ത നാട്ടിലുള്ള സത്യവിശ്വാസികൾ ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങലിലൂടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തുവാനും അവർക്കും പ്രത്യേകിച്ച് സൗദി അറേബ്യ നേരിട്ട് കൊണ്ടിരിക്കുന്നതായ പ്രയാസമാകുന്ന യമനിലുള്ള ഹൂതികളെ പോലോത്തതായ വിഭാഗത്തോടെല്ലാം മത്സരിച്ച് അവരെല്ലാം പരാജയപ്പെടുത്തിയും കൊണ്ട് ഹറമൈനെ സംരക്ഷിക്കാനുള്ളതായ തൗഫീഖ് ഇവിടെയുള്ള നേതാക്കൾക്കും ഇവിടെയുള്ള നേതൃത്വങ്ങൾക്കും അള്ളാഹു നൽകുമാറാകട്ടെ. അവരോട് സഹകരിച്ചുകൊണ്ട് ജീവിക്കാൻ മുസ്ലിം ലോകത്തിനും മുസ്ലിം രാഷ്ട്രത്തിനും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്.